ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് എടുക്കാൻ വേണ്ടി പോണത് +2 സോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകണം. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ നേരെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ആദ്യം തന്നെ നമുക്ക് എന്താണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് നോക്കാം. റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൻ്റെ ഡെഫിനിഷൻ. ഹെൽത്തി റീപ്രൊഡക്റ്റീവ് ഓർഗൻ വിത്ത് നോർമൽ ഫങ്ഷനിങ് എന്നുള്ളതാണ്. അതായത് നമ്മുടെ എല്ലാ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഹെൽത്തി ആയിരിക്കണം. ഓക്കെ, അതിന് യാതൊരുവിധ അസുഖങ്ങളും ഉണ്ടാവരുത്. അത് മാത്രമല്ല, അവർ നോർമൽ ഫങ്ഷനിങ്ങും കൂടെ കാണിക്കണം. അങ്ങനെ ആയിക്കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് പറയുള്ളൂ, അയാൾ ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആയിട്ടുള്ള ഒരാളാണ് എന്ന് പറയുള്ളൂ. പക്ഷേ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് കൊടുക്കുന്നത് ഒന്നും കൂടെ വേറൊരു ഡെഫിനിഷനാണ്. ഒരു ബ്രോഡർ പെർസ്പെക്റ്റീവിലുള്ള ഡെഫിനിഷനാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ കൊടുക്കുന്നത്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് കൊടുക്കുന്ന ഡെഫിനിഷൻ ശ്രദ്ധിച്ചോ. ഇറ്റ് ഈസ് ദ ടോട്ടൽ വെൽബീങ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആസ്പെക്ട്സിലുമുള്ള ടോട്ടൽ വെൽബീങ്. ടോട്ടൽ വെൽബീങ് എന്ന് പറഞ്ഞാൽ നല്ലത് എന്നാണ് അർത്ഥം. ഓക്കെ അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് ആസ്പെക്ട്സുകൾ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന ആസ്പെക്ട്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ഒരു ആസ്പെക്ട്സ് ആണ് ഫിസിക്കൽ എന്ന് പറയും. ഫിസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗനുകളൊക്കെ ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതിന് യാതൊരുവിധ തരത്തിലുള്ള അസുഖങ്ങളൊന്നും ഉണ്ടായിരിക്കരുത്. ഓക്കെ, അതാണ് ഫിസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്പെക്ട്സ്. ഓക്കെ, ഇനി ഇമോഷണലാണ്. ഇമോഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അഡോളസൻസ് പീരീഡിൽ നമുക്ക് പലതരത്തിലുള്ള ഹോർമോണൽ ചേഞ്ചസ് സംഭവിക്കും. ആ സമയത്ത് നമ്മൾ ഇമോഷണലി നമ്മൾ കൺട്രോൾഡ് ആയിരിക്കണം. അതായത് നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിരിക്കണം എന്നുള്ളതാണ്. അതായത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ കുറിച്ചിട്ട് നമ്മൾ വറീഡ് ആകരുത്. അത് നമ്മൾ ഇമോഷണലി ഫിറ്റ് ആയിരിക്കണം. ഇതാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്ന ഒരു കാര്യം. ദെൻ ബിഹേവിയറൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സെക്ഷൽ ബിഹേവിയർ ഓക്കെ നല്ലതായിരിക്കണം എന്നുള്ളതാണ്. അതായത് നമ്മൾ സെക്ഷൽ ക്രൈമിലൊന്നും ഉൾപ്പെടരുത് എന്നുള്ളതാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് കോൾഡ് ബിഹേവിയറൽ. ദെൻ സോഷ്യൽ. ഓക്കെ, സോഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൊസൈറ്റിക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളായിരിക്കണം. അതായത് സെക്സ് ട്രാഫിക്കിംഗ് പോലെ ഇതിലൊന്നും നമ്മൾ പോയിട്ട് പെടരുത്. അതായത് സൊസൈറ്റിക്ക് ദോഷങ്ങളൊന്നും ചെയ്യരുത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് അയാളുടെ എല്ലാ റീപ്രൊഡക്റ്റീവ് ഓർഗനും നല്ല രീതിയിൽ വർക്ക് ആവണമെന്ന് വിചാരിക്കുക. പക്ഷേ അയാളുടെ ബിഹേവിയറും ആ സൊസൈറ്റിയോടുള്ള അയാളുടെ കമ്മിറ്റ്മെൻറ്റും ഒക്കെ റോങ് ആണെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം അയാൾ എന്തല്ല, ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആയിട്ടുള്ള ഒരാളല്ല. റീപ്രൊഡക്റ്റീവ് ഹെൽത്തി ആകണമെങ്കിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം? സോ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അതിന് കൊടുക്കുന്ന ഡെഫിനേഷനാണ് ഇറ്റ് ഈസ് ദ ടോട്ടൽ വെൽബീങ് ഇൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് റീപ്രൊഡക്ഷൻ ഇൻക്ലൂഡിങ് ഫിസിക്കൽ, ഇമോഷണൽ, ബിഹേവിയറൽ ആൻഡ് സോഷ്യൽ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് നോക്കിക്കോ. മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമാണ് ഓക്കെ വേൾഡിൽ ആദ്യമായിട്ട് നാഷണൽ ലെവലിൽ ആദ്യമായിട്ട് ആക്ഷൻ പ്ലാനുകളും പ്രോഗ്രാമുകളും സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണ് ആക്ഷൻ പ്ലാനുകളും പ്രോഗ്രാമുകളും ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തി സൊസൈറ്റി ഉണ്ടാകണമെന്നുള്ള ആഗ്രഹപ്രകാരം നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ്റാണ് ആദ്യമായിട്ട് മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആദ്യമായിട്ട് നാഷണൽ ലെവലിൽ ആക്ഷൻ പ്ലാനുകളും പ്രോഗ്രാമുകളും സ്റ്റാർട്ട് ചെയ്തത്. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും എന്തുണ്ടാകണം? കംപ്ലീറ്റ് റീപ്രൊഡക്റ്റീവ് ഹെൽത്തി ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാകണം എന്നുള്ള ആഗ്രഹപ്രകാരം അങ്ങനെ ഇന്ത്യൻ ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 2 ആക്ഷൻ പ്ലാനുകളും പ്രോഗ്രാമുകളുമാണ്. ഒന്നാമത്തതാണ് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം എന്ന് പറയും. ഓക്കെ, ഈ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം ഇനീഷ്യേറ്റ് ചെയ്തത് 1951 രണ്ടാമത്തെ പ്രോഗ്രാമാണ് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം എന്ന് പറയും. ദാറ്റ് ഈസ് RCH ആണ് അതിൻ്റെ ഷോർട്ട് നെയിം. ഓക്കെ, എക്സ്പാൻഡ് ചെയ്താലൊക്കെ ചോദിക്കാറുണ്ട്. എക്സ്പാൻഡ് ദ ടേം RCH മറന്നു പോകേണ്ട. എന്താണ്? റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാമാണ്. ഓക്കെ, ഇതാണ് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്ത 2 ആക്ഷൻ പ്ലാനുകളും പ്രോഗ്രാമുകളും. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് നമ്മുടെ നാട്ടിലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സോഷ്യൽ പ്രോബ്ലംസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഇവിടെ ഹെഡിങ് കാണാം, സോഷ്യൽ പ്രോബ്ലം റിഗാർഡിംഗ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ഓക്കെ, ഒരുപാട് സോഷ്യൽ പ്രോബ്ലംസ് നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാം. ഈ സോഷ്യൽ പ്രോബ്ലംസുകളെയൊക്കെ ടാക്കിൾ ചെയ്യാനുള്ള RCHൻ്റെ സ്ട്രാറ്റജി റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസുകൾ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ പ്രോബ്ലമാണ് മിത്ത് ആൻഡ് മിസ്കൺസെപ്ഷൻ. ഓക്കെ, അതായത് തെറ്റിദ്ധാരണകളും
മിസ്കൺസെപ്ഷൻ എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ എന്നാണ്. മിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടുകഥകൾ എന്നാണ്. ഓക്കെ, അപ്പോൾ കെട്ടുകഥകളും തെറ്റിദ്ധാരണകളും ഇതാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു സോഷ്യൽ പ്രോബ്ലം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓക്കെ, നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ് അതായത് പിന്നെ ഓവിലേഷൻ്റെ സമയത്ത്, അതായത് മെൻസ്ട്രേഷൻ പീരീഡിൽ സെക്ഷൽ ഇൻ്റർകോഴ്സസിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഓക്കെ കുട്ടികൾ ഉണ്ടാവില്ല. ദെൻ വേറൊരു തെറ്റിദ്ധാരണയാണ് ഒരു സമയത്ത് 2 or 3 കോണ്ടംസ് ഒരുമിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡബിൾ പ്രൊട്ടക്ഷൻ കിട്ടും എന്നുള്ളതൊക്കെ. ഓക്കെ, ഇതൊക്കെ എന്താണ്, ഒരു തെറ്റിദ്ധാരണയാണ്. ഓക്കെ, അപ്പോൾ തെറ്റിദ്ധാരണയും കെട്ടുകഥകളും ആണ് നമ്മുടെ നാട്ടിലുള്ള റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൻ്റെ ഒരു പ്രോബ്ലം. ഈ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാനുള്ള RCHൻ്റെ സ്ട്രാറ്റജിയാണ് റൈറ്റ് സൈഡിൽ കൊടുത്തുള്ളത്. ഓക്കെ, അപ്പം തെറ്റിദ്ധാരണകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് അവെയർനെസ് ഉണ്ടാക്കണം, ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം ഉണ്ടാക്കണം. എങ്ങനെയാണ് നമുക്ക് ബോധവൽക്കരണം ഉണ്ടാക്കുക? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓഡിയോ വിഷ്വൽ മീഡിയ. ഓക്കെ, ഓഡിയോ വിഷ്വൽ മീഡിയ. ഓക്കെ, with the help of audio visual media, with the help of print media. ഓക്കെ, അതായത് ഓഡിയോ വിഷ്വൽ മീഡിയ എന്ന് പറഞ്ഞാൽ, ഓഡിയോ എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന റേഡിയോ പോലത്തെ മീഡിയകൾ വഴി, അതേപോലെ തന്നെ വിഷ്വൽ മീഡിയകൾ വഴി, ഓക്കെ, കാണുന്ന മീഡിയകൾ വഴി, പ്രിന്റ് മീഡിയ അതായത് പ്രിന്റുകൾ ഉണ്ടാക്കി, നോട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് വിതരണം ചെയ്യുക. ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ ഉപയോഗിച്ച് കണ്ട് നമുക്ക് ജനങ്ങൾക്ക് എന്ത് കൊടുക്കാൻ വേണ്ടി പറ്റും, അവെയർനെസ് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? ഇതാണ് ഒന്നാമത്തെ ഒരു കാര്യം, നമ്മുടെ നാട്ടിലുള്ള തെറ്റിദ്ധാരണകളെയും ഊഹാപോഹങ്ങളെയും ഒക്കെ ഒഴിവാക്കാനുള്ള ഒന്നാമത്തെ RCHൻ്റെ സ്ട്രാറ്റജിയാണ് എന്ത്, ക്രിയേറ്റ് അവെയർനെസ് ആണ്. രണ്ടാമത്തെ ഒരു സ്ട്രാറ്റജിയാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ ഇൻ സ്കൂൾ. സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഈ സെക്സ് എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്താലുള്ള മെച്ചം എന്താണ്, നമ്മുടെ എന്താ പറയുക റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ കുറിച്ചിട്ട് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും അല്ലേ? റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ, റീപ്രൊഡക്റ്റീവ് ഓർഗനുകളെ കുറിച്ചിട്ടുള്ള ക്ലിയർ ഇൻഫർമേഷൻ കിട്ടും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് അഡോളസൻസ് പീരീഡിൽ നമുക്കറിയാം ഒരുപാട് ചേഞ്ചസ് നമുക്ക് സംഭവിക്കും. അഡോളസൻസ് പീരീഡിലുള്ള ചേഞ്ചസുകളൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദെൻ അടുത്തൊരു സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളിൽ കൊണ്ടുപോകുന്നുള്ള വേറൊരു മെച്ചമാണ് ഓക്കെ, സേഫ് ആൻഡ് ഹൈജീൻ സെക്ഷൽ പ്രാക്ടീസ്. ഓക്കെ, എങ്ങനെയാണ് സേഫും ഹൈജീനുമായിട്ട് സെക്ഷൽ പ്രാക്ടീസിൽ ഏർപ്പെടാം, എങ്ങനെയൊക്കെയാണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളെ പ്രിവെൻറ്റ് ചെയ്യാം, ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് കിട്ടും, അവെയർനെസ് കിട്ടും. ഇതിന് വേണ്ടിയിട്ടാണ് RCH എന്ത് ചെയ്തത്, സ്കൂളുകളിലൊക്കെ സെക്സ് എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ ഇതാണ് ഒന്നാമത്തെ ഒരു പ്രോബ്ലം, അതിനെ സോൾവ് ചെയ്യാനുള്ള RCHൻ്റെ സ്ട്രാറ്റജി. രണ്ടാമത്തെ ഒരു പ്രോബ്ലമാണ് നമ്മുടെ നാട്ടിലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലമാണ് അൺഹെൽത്തി ചിൽഡ്രൻസ് ഉണ്ടാവുക എന്നുള്ളത്. അതായത് ആരോഗ്യമുള്ള കുട്ടികൾ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഒരു പ്രോബ്ലം. അതിനെ സോൾവ് ചെയ്യാനുള്ള RCHൻ്റെ സ്ട്രാറ്റജിയാണ് എഡ്യൂക്കേറ്റ് അബൌട്ട് പോസ്റ്റ് നേറ്റൽ കെയർ. അതായത് കുട്ടി ജനിച്ചതിന് ശേഷം ആ കുട്ടിക്ക് ഒരുപാട് കെയർ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ആ കെയറുകളെ എന്തൊക്കെ കെയർ ജനിച്ചതിന് ശേഷം കുട്ടിക്ക് കൊടുക്കണം എന്നുള്ളത് എന്ത് ചെയ്തു കൊടുക്കുക, ജനങ്ങൾക്ക് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക ഇമ്പോർട്ടൻസ് ഓഫ് ബ്രസ്റ്റ് ഫീഡിങ്. ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രസവിച്ചതിന് ശേഷം ആദ്യം പുറത്തേക്ക് വരുന്ന മിൽക്കിനെ നമ്മൾ കൊളസ്ട്രോം എന്നാണ് വിളിക്കുക അല്ലേ, കൊളസ്ട്രോം. ഈ കൊളസ്ട്രത്തിൽ ഒരുപാട് ആൻറ്റിബോഡികളുണ്ട്. അപ്പോൾ ഈ മിൽക്ക് കുടിക്കുന്നതോടുകൂടെ കുട്ടിക്ക് എന്ത് കിട്ടും, ഇമ്മ്യൂണിറ്റി കിട്ടും. ഇമ്മ്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാകും, ഒരു ഹെൽത്തി ബേബി ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ജനങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇമ്പോർട്ടൻസ് ഓഫ് ബ്രസ്റ്റ് ഫീഡിങ്. ഓക്കെ അല്ലേ? ദെൻ അടുത്തൊന്നാണ് പ്രൊവൈഡ് ഇമ്മ്യൂണൈസേഷൻ. ജനിച്ചതിന് ശേഷം കുട്ടിക്ക് നമ്മൾ എടുക്കേണ്ട ഇമ്മ്യൂണൈസേഷൻ ഉണ്ട് അല്ലേ? ജനിച്ച ഉടനെ തന്നെ നമുക്കറിയാം BCG വാക്സിൻ എടുക്കും, അത് കഴിഞ്ഞിട്ട് 6 മാസം കഴിഞ്ഞിട്ട് വേറെ ഇഞ്ചക്ഷൻ എടുക്കും. അങ്ങനെ ഒരുപാട് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമുകൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. ഈ ഇമ്മ്യൂണൈസേഷൻ ഒക്കെ എടുക്കുക. ഇമ്മ്യൂണൈസേഷൻ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവില്ല, അൺഹെൽത്തി ചിൽഡ്രൻസ് ഉണ്ടാകുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ദെൻ നമ്മുടെ നാട്ടിലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടുത്തൊരു പ്രോബ്ലമാണ് ഇൻഫെർട്ടിലിറ്റി. എന്താ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ധ്യത, കുട്ടികളില്ലാതിരിക്കുന്ന അവസ്ഥ അല്ലേ? സ്പ്രെഡിങ് ഓഫ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. ഓക്കെ, ഇതൊരു പ്രോബ്ലമാണ്. ദെൻ വേറെയുമുണ്ട് മെൻസ്ട്രൽ സൈക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്. ഓക്കെ, മെൻസ്ട്രൽ സൈക്കിൾ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്. ഓക്കെ, അതേപോലെ തന്നെ വേറൊരു പ്രോബ്ലമാണ് ഓക്കെ ഡെലിവറി സമയത്ത് ഉണ്ടാകുന്ന പ്രോബ്ലംസ്. അതേപോലെ തന്നെ വേറൊരു പ്രോബ്ലമാണ് അബോർഷൻസ് ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മുടെ നാട്ടിലെ പ്രോബ്ലംസ് ആണ്. ഈ പ്രോബ്ലംസുകളെയൊക്കെ സോൾവ് ചെയ്യാനുള്ള RCHൻ്റെ സ്ട്രാറ്റജിയാണ് എന്ത്, മെഡിക്കൽ അസിസ്റ്റൻസ് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, നല്ല ഹോസ്പിറ്റലുകളിൽ നല്ല അവർക്ക് ചികിത്സ കൊടുക്കുക, നല്ല ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടാക്കുക, പ്രൊഫഷണൽസിനെ അപ്പോയിൻറ്റ് ചെയ്യുക. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സ്ട്രാറ്റജീസ്. ഓക്കെ, എന്തിനെ സോൾവ് ചെയ്യാൻ, നമ്മുടെ നാട്ടിലുള്ള ഇൻഫെർട്ടിലിറ്റി, STD, അതേപോലെ തന്നെ ഡെലിവറി, അബോർഷൻ, മെൻസ്ട്രൽ സൈക്കിൾ റിലേറ്റഡ് പ്രോബ്ലംസിനെ
തന്നെ സോൾവ് ചെയ്യാനുള്ള സ്ട്രാറ്റജിയാണ്. ഇനി അടുത്തത് നമ്മുടെ നാട്ടിലെ ഒരു പ്രോബ്ലമാണ് അൺകൺട്രോൾഡ് പോപ്പുലേഷൻ ഗ്രോത്ത്. അൺകൺട്രോൾഡ് പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ അനിയന്ത്രിതമായിട്ടുള്ള ജനസംഖ്യാ വർധനവ്. ഓക്കെ അല്ലേ? ഇതിനെ ടാക്കിൾ ചെയ്യാനുള്ള RCHൻ്റെ സ്ട്രാറ്റജിയാണ് എഡ്യൂക്കേറ്റ് അബൌട്ട് അവൈലബിൾ ബർത്ത് കൺട്രോൾ ഓപ്ഷൻ. ജനങ്ങളോട് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഗർഭനിരോധന മാർഗ്ഗങ്ങളെക്കുറിച്ച് എന്ത് ചെയ്ത് കൊടുക്കുക, പരിചയപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോപ്പുലേഷൻ എന്താ പറയുക, പോപ്പുലേഷൻ എക്സ്പ്ലോഡ് ചെയ്യുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നതാണ്. ദെൻ അടുത്തൊരു പ്രോബ്ലമാണ് ഇല്ലീഗൽ ഫീമെയിൽ ഫീറ്റിസൈഡ്. ഓക്കെ, ഫീമെയിൽ ഫീറ്റിസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പെൺ ഭ്രൂണഹത്യ എന്നാണ് പറയാം അല്ലേ? ഇത് നമ്മുടെ നാട്ടിലെ ഒരു പ്രോബ്ലമാണ്. ഇല്ലീഗലായിട്ട് നമ്മൾ പെൺ ഭ്രൂണഹത്യ നടത്തും, ഫീമെയിൽ ഫീറ്റിസൈഡ്. അപ്പോൾ അതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള RCHൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് ബാൻ ആംനിയോസിന്തസിസ് എന്ന് പറയും. അപ്പോൾ ആംനിയോസിന്തസിസിലേക്ക് നമുക്ക് വരാം. ദെൻ ജനങ്ങളോട് വേറെയും ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നമ്മുടെ നാട്ടിൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്. ബോയ് ആയാലും ഗേൾ ആയാലും നമ്മുടെ നാട്ടിൽ എന്താണുള്ളത്? ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ്. ഇവർക്കൊക്കെ നമ്മുടെ നാട്ടിലുള്ളത്. അതായത് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, കുട്ടി ഫീമെയിൽ ആയി എന്ന് വിചാരിച്ചുകൊണ്ട് ആ കുട്ടീനെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഫീറ്റിസൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ബോയ്ക്കും ഗേളിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇത് RCHൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. ദെൻ ഇല്ലീഗൽ ഫീമെയിൽ ഫീറ്റിസൈഡ് തടയാനുള്ള RCHൻ്റെ വേറൊരു സ്ട്രാറ്റജിയാണ് എന്ത്? ബാൻ ആംനിയോസിന്തസിസ് എന്ന് പറയും. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ നാട്ടിലെ പ്രോബ്ലംസ്, റീപ്രൊഡക്റ്റീവ് ഹെൽത്തിൻ്റെ പ്രോബ്ലംസ് ആണ് ലെഫ്റ്റ് സൈഡിലുള്ളത്. അതിനെ ടാക്കിൾ ചെയ്യാനുള്ള RCHൻ്റെ സ്ട്രാറ്റജിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി എന്താണ് ആംനിയോസിന്തസിസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആംനിയോസിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീനേറ്റൽ സെക്സ് ഡിറ്റർമിനേഷൻ ടെസ്റ്റാണ്. ബേസ്ഡ് ഓൺ ദ ക്രോമസോമൽ പാറ്റേൺ ഓഫ് ദ ഫീറ്റൽ സെൽ പ്രസൻറ്റ് ഇൻ ദ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ആണ്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജനിക്കുന്നതിൻ്റെ മുന്നേ, പ്രീ നെയ്റ്റൽ എന്ന് പറഞ്ഞാൽ ജനിക്കുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഈ ഫീറ്റസിൻ്റെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുക. എങ്ങനെയാണ് സെക്സ് ഡിറ്റർമിൻ ചെയ്യുക? ഓക്കെ, ഈ കുട്ടീനെ സറൗണ്ട് ചെയ്തിട്ട് ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടാവും. ആ ആംനിയോട്ടിക് ഫ്ലൂയിഡിലെ ഫീറ്റൽ സെല്ലിനെ പുറത്തേക്ക് എടുത്തുകൊണ്ട് അതിൻ്റെ ക്രോമസോമൽ പാറ്റേൺ സ്റ്റഡി ചെയ്തുകൊണ്ട് കുട്ടിയുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്ന ഈ ഒരു മെത്തേഡാണ് ആംനിയോസിന്തസിസ് എന്ന് പറയും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഇതാ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫീറ്റസിൻ്റെ ഫിഗർ കാണാം. ഓക്കെ അല്ലേ? ഈ ഫീറ്റസിൻ്റെ കവർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ആംനിയോട്ടിക് സാക്ക് കാണാം. ആംനിയോട്ടിക് സാക്ക് എന്ന് പറയുന്ന ഒരു അറ കാണാം. ഈ ആംനിയോട്ടിക് സാക്കിൻ്റെ ഉള്ളിൽ ആംനിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ടാവും. ആംനിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡിൽ മെയിനായിട്ട് 2 ആൾക്കാരാണ് ഉണ്ടാവുക. ഒന്ന് ഫീറ്റൽ സെല്ലുണ്ടാകും, ഫീറ്റൽ സെൽ. ദെൻ രണ്ടാമത്തെ ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസോൾവ്ഡ് സബ്സ്റ്റൻസുകളാണ് ഉണ്ടാവുക. ഡിസോൾവ്ഡ് സബ്സ്റ്റൻസുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് അറിയാം? ഓക്കെ, ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡിൽ നിന്ന് നമ്മൾ ഈ ആംനിയോട്ടിക് സാക്കിൽ നിന്ന് ഒരു സിറിഞ്ചിൻ്റെ സഹായത്തോടെ നമ്മൾ ആംനിയോട്ടിക് ഫ്ലൂയിഡ് എടുക്കും. ആ ആംനിയോട്ടിക് ഫ്ലൂയിഡിൽ കുട്ടീൻ്റെ ശരീരത്തിൽ നിന്നൊക്കെ വന്ന സെല്ലുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ഓക്കെ അല്ലേ? നമ്മൾ കുട്ടീനെ ഒന്നും ചെയ്യൂല, ജസ്റ്റ് ഈ ആംനിയോട്ടിക് ഫ്ലൂയിഡിൽ നിന്ന് ആംനിയോട്ടിക് സാക്കിൻ്റെ ഉള്ളിൽ നിന്ന് ആംനിയോട്ടിക് ഫ്ലൂയിഡ് പുറത്തേക്ക് എടുക്കും. പുറത്തേക്ക് എടുത്തതിന് ശേഷം ഈ ഫ്ലൂയിഡിൽ നിന്ന് ഒരു സെല്ലിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യും? ഐസൊലേറ്റ് ചെയ്യും. ഒരു സെല്ലിനെ മാത്രം എടുക്കും. ഒരു സെല്ലിൻ്റെ മാത്രം എടുത്തതിന് ശേഷം ഈ സെല്ലിൻ്റെ ഉള്ളിലുള്ള ക്രോമസോമൽ പാറ്റേൺ, നമ്മൾ സ്റ്റഡി ചെയ്യും. ഈ ക്രോമസോമൽ പാറ്റേൺ സ്റ്റഡി ചെയ്യുന്നതിനെയാണ് നമ്മൾ കാരിയോടൈപ്പിംഗ് എന്നാണ് വിളിക്കുക. കാരിയോടൈപ്പിംഗ്. അങ്ങനെ ക്രോമസോമൽ പാറ്റേൺ സ്റ്റഡി ചെയ്തതിന് ശേഷം നമ്മൾ കുട്ടി ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യും. ഇനി യൂഷ്വലി ആൾക്കാർ എന്താ ചെയ്യുക? പെൺകുട്ടിയാണെങ്കിൽ ഫീമെയിൽ ഫീറ്റിസൈഡ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് അത് ഡിറ്റർമൈൻ ചെയ്യുക? അപ്പോൾ ഇതാണ് ഒരു സെല്ലിലത്തെ ക്രോമസോം പാറ്റേൺ. നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിം കിട്ടും. അതിൽ നിങ്ങൾ നോക്കിയാൽ മതി. 23ാമത്തെ ക്രോമസോം നോക്കുക. 23ാമത്തെ ക്രോമസോം XY ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം ഈ ഒരു കുട്ടി എന്താണ് വരിക? മെയിൽ ആണ് വരിക. ഓക്കെ അല്ലേ? ഇനി 23ാമത്തെ ക്രോമസോം രണ്ടും X വന്നു എന്ന് വിചാരിച്ചോ. രണ്ടും X വന്നു കഴിഞ്ഞാൽ ആരാകും? ഫീമെയിൽ ആകും. അപ്പോൾ ജനിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ആ ഫീറ്റസിൻ്റെ ശരീരത്തിലെ സെല്ലെടുത്തുകൊണ്ട് ആ സെല്ലിൻ്റെ ക്രോമസോമൽ പാറ്റേൺ നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ 23ാമത്തെ ക്രോമസോമിലേക്ക് നോക്കിക്കാണ്ട് നമ്മൾ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? ആംനിയോസിന്തസിസ് എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? അപ്പം ഈ ആംനിയോസിന്തസിസ് വഴി നമ്മൾ എന്ത് ചെയ്യും? സെക്സ് ഡിറ്റർമൈൻ ചെയ്യും, എന്നിട്ട് ഫീമെയിൽ ഫീറ്റിസൈഡ് ചെയ്യും. ഓക്കെ അല്ലേ? അതുകൊണ്ട് ഈ ആംനിയോസിന്തസിസ് വഴി സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്
നമ്മുടെ നാട്ടിൽ ഇപ്പോൾ എന്താണ് ബാനാണ്. ആക്ച്വലി ഈ ആംനിയോസിന്തസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂസ്ഫുൾ ടെക്നിക്കാണ്. എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്ന് ശ്രദ്ധിച്ചോ. ഈ ആംനിയോസിന്തസിസിൻ്റെ ഒരു ഉപയോഗമാണ് ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ഡിറ്റർമിൻ ചെയ്യാം, ഫീറ്റസിൻ്റെ സെക്സ് ഡിറ്റർമിൻ ചെയ്യാം. രണ്ടാമത്തെ ഒരു ഉപയോഗമാണ് ജനറ്റിക് ഡിസോർഡർ. ആ ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ജനറ്റിക് ഡിസോർഡറുകൾ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു എക്സാമ്പിളാണ് ഡൗൺ സിൻഡ്രോം ഉണ്ടോ, അല്ലെങ്കിൽ ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ഇങ്ങനത്തെ ജനിതക രോഗമുണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതുമാത്രമല്ല ഈ ജനിതക രോഗമുണ്ടെങ്കിൽ നമുക്ക് ആ ഫീറ്റസിൻ്റെ സർവൈവബിലിറ്റി, എത്ര കാലം ആ ഫീറ്റസ് സർവൈവ് ചെയ്യും എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊരു യൂസ്ഫുൾ ടെക്നിക്കാണ്. ഈ യൂസ്ഫുൾ ടെക്നിക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, മിസ്യൂസ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ആംനിയോസിന്തസിസിന് എന്ത് ചെയ്തത്, ബാൻ ചെയ്തത്. ഓക്കെ അല്ലേ. അപ്പോൾ ഈ ആംനിയോസിന്തസിസ് വഴി എങ്ങനെയാണ് നമുക്ക് ജനിതക രോഗങ്ങൾ ഡിറ്റർമിൻ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡയഗ്രത്തിലേക്ക് നോക്കിയാൽ മതി. നമുക്കറിയാം, നമുക്കൊക്കെ ഹോമലോഗസ് ക്രോമസോമിൻ്റെ ഓരോ പേരുകളാണ്. ഓരോ ക്രോമസോമിൽ ഒന്നാമത്തത് ഒരു പേര്, രണ്ടാമത്തത് വേറൊരു പേര്, ഇങ്ങനെയാണ് നമ്മുടെ ക്രോമസോം ഉണ്ടാവുക. ഓക്കെ അല്ലേ. 21ാമത്തെ ക്രോമസോമിലേക്ക് നോക്കിക്കോ, 2 എണ്ണം ഉണ്ടാകുന്നതിന് പകരം ഇവിടെ നിങ്ങൾക്ക് 3 ക്രോമസോമുകൾ കാണാം. അപ്പം തന്നെ നമുക്ക് മനസ്സിലാകും ഈ കുട്ടിക്ക് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ജനിതക രോഗം ഉണ്ടാകുമെന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ. യെസ്. അപ്പോൾ ഇതൊക്കെയാണ് ആക്ച്വലി ഈ ഒരു ആംനിയോസിന്തസിസിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഓക്കെ, വളരെ സിമ്പിളാണ്. ആദ്യം തന്നെ നമ്മൾ പറയുന്നത് വേൾഡ് പോപ്പുലേഷനെ കുറിച്ചിട്ടാണ്. 1900 വേൾഡ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബില്യൺ ആയിരുന്നു. ഓക്കെ, 1 ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയാണ്. അപ്പോൾ 2 ബില്യൺ ആയിരുന്നു 1900 വേൾഡ് പോപ്പുലേഷൻ. ഓക്കെ, അത് 2000 എത്തിയപ്പോഴത്തേക്ക് ഇറ്റ് ഈസ് റോക്കറ്റ് വിക്ഷേപിക്കുന്നത് പോലെ കുതിച്ചുയർന്നു. എത്ര? 6 ബില്യൺ ആയിട്ട്. ഓക്കെ, 2011 എത്തിയപ്പോഴത്തേക്ക് വേൾഡ് പോപ്പുലേഷൻ എത്രയായി? 7.2 ബില്യൺ ആയി. ഓക്കെ, ഇതാണ് വേൾഡ് പോപ്പുലേഷൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി നമ്മൾ ഇന്ത്യൻ പോപ്പുലേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ, നമ്മൾ ഇൻഡിപെൻഡൻസ് ആയ സമയത്ത് ഇന്ത്യൻ പോപ്പുലേഷൻ 350 മില്യൺ ആയിരുന്നു ഇന്ത്യൻ പോപ്പുലേഷൻ. ഓക്കെ, 2000 എത്തിയപ്പോഴത്തേക്ക് ഇന്ത്യൻ പോപ്പുലേഷൻ എത്ര എത്തി? 1 ബില്യൺ എത്തി. ഓക്കെ, 2011 മെയ് ആയപ്പോഴത്തേക്ക് ഇന്ത്യൻ പോപ്പുലേഷൻ 1.2 ബില്യൺ ആയി. ഓക്കെ, 2011 സെൻസസ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യൻ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നിയർലി 2% ആണ്. ഓക്കെ, ഇതെങ്ങനെയാണ് കാണുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു വർഷം നമ്മുടെ ഇന്ത്യ നമുക്കറിയാം ഒരുപാട് ലാൻഡ് ഏരിയ ഉള്ള ഒരു സ്ഥലമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഈ വർഷം 1000 ആൾക്കാരാണ് ഉള്ളത് എന്ന് നിങ്ങൾ വിചാരിക്കുക. ഈ ഒരു വർഷം അടുത്ത വർഷം വന്ന് നോക്കുന്ന സമയത്ത് അവിടെ ഒരു 20 ആൾക്കാർ അധികം വന്നിട്ടുണ്ടാവും. അതായത് അവിടുത്തെ ജനന നിരക്കും മരണനിരക്കും ഒക്കെ നമ്മൾ കൂട്ടി കുറച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം 1000 ആളുള്ള സ്ഥാനത്ത് എത്ര ആയിട്ടുണ്ടാകും? 1020 ആളുണ്ടായിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇത് എത്രയാണ്? 2% ആണ് ഇന്ത്യൻ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ പോപ്പുലേഷൻ ഇങ്ങനെ കൂടാനുള്ള കാരണം? ഒന്നാമത്തെ കാരണം റാപ്പിഡ് ഡിക്ലൈൻ ഇൻ ദ ഡെത്ത് റേറ്റ് ആണ്. നമ്മുടെ ജനസംഖ്യ, അതായത് നമ്മുടെ മരണനിരക്ക് നന്നായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ജനസംഖ്യ കൂടാനുള്ള കാരണം. ഓക്കെ, അത് എന്താണ് നമ്മുടെ മരണനിരക്ക് കുറയാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ലിവിങ് കണ്ടീഷനാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിത സാഹചര്യം ബെറ്ററായി, അതേപോലെ തന്നെ ഹെൽത്ത് ഫെസിലിറ്റീസ് കൂടി അല്ലേ. അപ്പോൾ ജീവിത സാഹചര്യം മെച്ചപ്പെട്ടു, ഹെൽത്ത് ഫെസിലിറ്റീസ് ഒക്കെ കൂടി. ഇത് കാരണം നമ്മുടെ നാട്ടിൽ എന്ത് കുറയാണ്? ഡെത്ത് റേറ്റ് കുറയാണ്. ഓക്കെ, അപ്പോൾ ഡെത്ത് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും? പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ സംഭവിക്കും. രണ്ടാമത്തെ ഒരു കാരണം ഡീക്ലൈൻ ഇൻ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആണ്. MMR എന്ന് ഷോർട്ടായിട്ട് പറയും. ഓക്കെ, അതായത് മദറിൻ്റെ മരണനിരക്ക് കുറഞ്ഞു. മെറ്റേണൽ എന്ന് പറഞ്ഞാൽ മദർ എന്നാണ് അർത്ഥം. അപ്പോൾ മദറിൻ്റെ മരണനിരക്ക് കുറഞ്ഞത് ജനസംഖ്യ കൂടാൻ കാരണമായി. പണ്ട് കാലത്തൊക്കെ പ്രസവിക്കുന്നതിൻ്റെ കൂടെ തന്നെ അമ്മയും മരണപ്പെടുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നുമില്ല. നമ്മുടെ ഹെൽത്ത് ഫെസിലിറ്റീസ് ഒക്കെ അഡ്വാൻസ്ഡ് ആയത് കാരണം. ഓക്കെ അല്ലേ. അപ്പം മദറിൻ്റെ മരണനിരക്ക് കുറഞ്ഞത് ജനസംഖ്യ കൂടാൻ കാരണമായി. അടുത്തൊരു കാരണം ഡിക്ലൈൻ ഇൻ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആണ്. IMR എന്ന് ഷോർട്ടായിട്ട് പറയും. അതായത് കുഞ്ഞിൻ്റെ മരണനിരക്ക് കുറഞ്ഞു. പണ്ട് കാലത്ത് പ്രസവത്തിൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ കുട്ടികളുമൊക്കെ മരണപ്പെടുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് ഹെൽത്ത് ഫെസിലിറ്റീസ് ഒക്കെ കൂടിയതിനു ശേഷം അങ്ങനത്തെ ഒരു കേസുകളൊന്നുമില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും? പ്രസവിക്കുന്ന എല്ലാ കുട്ടികളും ഇവിടെ സർവൈവ് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ പോപ്പുലേഷൻ കൂടും. ഓക്കെ, ദെൻ അതിനെയാണ് നമ്മൾ ഡിക്ലൈൻ ഇൻ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് വിളിക്കുക. അടുത്തത് ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് പീപ്പിൾ ഇൻ റീപ്രൊഡ്യൂസിബിൾ ഏജ്. വിവാഹപ്രായമെത്തിയ ആൾക്കാരുടെ നമ്പർ കൂടി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ കൂടാനുള്ള കാരണം. ഓക്കെ, ഇനി
എങ്ങനെയാണ് ഈ പോപ്പുലേഷൻ എക്സ്പ്ലോഷനെ നമുക്ക് കൺട്രോൾ ചെയ്യുന്ന സൊല്യൂഷൻസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ജനസംഖ്യ കൂടുന്നതിനെ നിയന്ത്രിക്കാൻ വേണ്ടി പറ്റുക? ഒന്നാമത്തെ കാരണം, ഒന്നാമത്തെ രീതി ശ്രദ്ധിച്ചോ, സ്റ്റാറ്റ്യൂട്ടറി റൈസിംഗ് ഓഫ് മാരേജബിൾ ഏജ്. അതായത് നിയമം മൂലം വിവാഹപ്രായം ഉയർത്തുക. എത്രയായിട്ട് ഉയർത്തുക? ഫീമെയിലിന് 18 വയസ്സും, ഓക്കെ, ആൻഡ് ദാറ്റ് ഓഫ് മെയിൽ ഇൻ ടു 21 ഇയേഴ്സ്. ആണുങ്ങൾക്ക് 21 വയസ്സുമായിട്ട് വിവാഹപ്രായം ഉയർത്തുക എന്നുള്ളതാണ് നമുക്ക് പോപ്പുലേഷൻ കൂടുന്നത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു മാർഗം. രണ്ടാമത്തെ മാർഗം, ഷോ അഡ്വർടൈസ്മെന്റ് ഇൻ സോഷ്യൽ ഓഡിയോ വിഷ്വൽ മീഡിയ ഓഫ് ഹാപ്പി കപ്പിൾ വിത്ത് 2 ചിൽഡ്രൻ ക്യാരിങ് എ സ്ലോഗൻ ഹം ദോ ഹമാരേ ദോ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിതാ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളെ ഹാപ്പി ആയിട്ടുള്ള ഒരു കപ്പിൾസിനെ കാണിക്കുക, അവരെ കൂടെ 2 കുട്ടികളെയും കാണിക്കുക, അതിൻ്റെ താഴത്ത് ഒരു സ്ലോഗൻ വെച്ച് കൊടുക്കുക. എന്താണ് ആ സ്ലോഗൻ? ഹം ദോ ഹമാരേ ദോ. അതായത് ഇപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ടി വിയിൽ പരസ്യമൊക്കെ കാണിക്കുക, 2 ഒരു ഫാമിലീനെ കാണിക്കുക, അവരുടെ കൂടെ ചിരിച്ച് 2 കുട്ടികളെയും കാണിക്കുക. അപ്പോൾ ഇത് കാണുന്ന ജനങ്ങൾക്കൊക്കെ തോന്നും കുറച്ച് കുട്ടികൾ ഉണ്ടായാൽ മാത്രമേ നല്ല ഹാപ്പി ഫാമിലി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ ശ്രമിക്കും. അപ്പോൾ ഇതാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്, എന്ത്, ഈ പോപ്പുലേഷൻ കുറയ്ക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ്. ഹാപ്പി കപ്പിൾസിനെ കാണിച്ചു കൊടുത്തിട്ട് അതിൻ്റെ കൂടെ 2 കുട്ടികളെയും കാണിക്കുക, ഒരു സ്ലോഗനും വെക്കുക, ഹം ദോ ഹമാരേ ദോ, നാം 2 നമുക്ക് 2 എന്നാണ് ആ വേർഡിൻ്റെ മീനിങ്. പിന്നെ അടുത്ത ഒരു മെത്തേഡാണ് പ്രൊവൈഡ് ഇൻസെൻറ്റീവ് ടു സ്മോളർ ഫാമിലീസ്, അല്ലേ? കുറച്ച് ഫാമിലി സൈസ് കുറഞ്ഞ ആൾക്കാർക്ക് ഇൻസെൻറ്റീവ്സുകളൊക്കെ കൊടുക്കുക. അപ്പോൾ അത് കണ്ട് ബാക്കിയുള്ള ആൾക്കാർ അതിലേക്ക് അട്രാക്റ്റഡ് ആകും, അവരും കുറച്ച് കുട്ടികൾക്ക് വേണ്ടി ശ്രമിക്കും എന്നുള്ളതാണ്. ദെൻ അടുത്തൊരു മെത്തേഡാണ് പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്. ഗർഭനിരോധന മാർഗ്ഗങ്ങളെ കുറിച്ചിട്ട് ജനങ്ങൾക്ക് എന്ത് ചെയ്ത് കൊടുക്കുക? പരിചയപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, വെറുതെ റീപ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് കുട്ടികളെ കൂട്ടേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സുകൾ അവൈലബിൾ ആണ്. ആ കോൺട്രസെപ്റ്റീവ് മെത്തേഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവില്ല, അതുവഴി ജനസംഖ്യനെ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ളതൊക്കെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പോപ്പുലേഷൻ എക്സ്പ്ലോഷനെ കൺട്രോൾ ചെയ്യാനുള്ള സൊല്യൂഷൻസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്, അതായത് ഗർഭനിരോധന മാർഗ്ഗങ്ങൾ. ഓക്കെ, അപ്പം എന്താണ് ഈ കോൺട്രസെപ്റ്റീവ്സിൻ്റെ ഉപയോഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഹെൽപ്സ് ടു പ്രിവെൻറ്റ് അൺവാണ്ടഡ് പ്രഗ്നൻസീസ് ആണ്. അൺവാണ്ടഡ് പ്രഗ്നൻസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത പ്രഗ്നൻസീസിനെ കൺട്രോൾ ചെയ്യാൻ, ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? കോൺട്രസെപ്റ്റീവ്സുകൾ ഉപയോഗിക്കുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് കോൺട്രസെപ്റ്റീവ്സുകൾ അവൈലബിൾ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോണ്ടംസ് ഉണ്ട്, പിന്നെ പിൽസുകളുണ്ട്, ഇഞ്ചക്ഷനുകളുണ്ട്, പലതരത്തിലുള്ള കോൺട്രസെപ്റ്റീവ്സുകൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു കോൺട്രസെപ്റ്റീവ്സിന് ഉണ്ടായിരിക്കേണ്ട ഐഡിയൽ ഫീച്ചറാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ ഐഡിയൽ ഫീച്ചറാണ്, നമ്മൾ വാങ്ങുന്ന കോൺട്രസെപ്റ്റീവ്സുകളൊക്കെ യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. യൂസർ ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഉപയോഗിക്കാൻ വളരെ ഈസി ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഒരു കോൺട്രസെപ്റ്റീവ്സ് ഉപയോഗിക്കാൻ വേറൊരാളുടെ ഹെൽപ്പൊക്കെ വേണമെങ്കിൽ അതിന് നമ്മൾ യൂസർ ഫ്രണ്ട്ലി എന്ന് പറയില്ല. അപ്പോൾ കോൺട്രസെപ്റ്റീവ്സുകളൊക്കെ എന്തായിരിക്കണം? യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം, ഉപയോഗിക്കാൻ വളരെ എളുപ്പമായിരിക്കണം. രണ്ടാമത്തെ ഒരു ഫീച്ചറാണ് കോൺട്രസെപ്റ്റീവ്സുകളൊക്കെ ഈസിലി അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, വളരെ പെട്ടെന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കണം. അതായത് മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ, സൂപ്പർ മാർക്കറ്റിലോ മെഡിക്കൽ ഷോപ്പിലോ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനത്തിന് വാങ്ങാൻ വേണ്ടി കഴിയണം, ഈസിലി അവൈലബിൾ ആയിരിക്കണം. അത് മാത്രമല്ല ഇത് ഇഫക്റ്റീവ് ആയിരിക്കണം എന്നുള്ളതാണ്. ഇഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺട്രസെപ്റ്റീവ് ഉപയോഗിച്ചിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സസിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് കുട്ടികൾ ഉണ്ടാവരുത്, അതായത് അവർ പ്രഗ്നൻസിനെ ബ്ലോക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കണം. അപ്പോഴാണ് നമ്മൾ പറയുള്ളൂ കോൺട്രസെപ്റ്റീവ് എന്താണ്, ഇഫക്റ്റീവ് ആണ് എന്ന് പറയുള്ളൂ. ഓക്കെ അല്ലേ? അതായത് കോൺട്രസെപ്റ്റീവ്സ് ധരിച്ചതിന് ശേഷം സെക്ഷൽ ഇൻ്റർകോഴ്സസിൽ ഏർപ്പെട്ട് അവർക്ക് കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ കോൺട്രസെപ്റ്റീവ്സ് നമ്മൾ ഇഫക്റ്റീവ് ആണെന്ന് പറയാം? ഇല്ല. അപ്പോൾ കോൺട്രസെപ്റ്റീവുകളൊക്കെ ഇഫക്റ്റീവ് ആയിരിക്കണം. ദെൻ അടുത്തത് എന്താണ്? കോൺട്രസെപ്റ്റീവുകളൊക്കെ റിവേഴ്സിബിൾ ആയിരിക്കണം. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉപയോഗം ഡിസ്കണ്ടിന്യൂ ചെയ്തതിന് ശേഷം അവർ വീണ്ടും പ്രഗ്നൻ്റ് ആവണം. അതാണ് റിവേഴ്സിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടുത്തൊരു സൈഡ് ഇഫക്റ്റ് ആണ് അടുത്തൊരു ഫീച്ചറാണ് നോ ഓർ ലീസ്റ്റ് സൈഡ് ഇഫക്റ്റ്. ഓക്കെ, കോൺട്രസെപ്റ്റീവുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവരുത്? സൈഡ് ഇഫക്റ്റുകളൊന്നും ഉണ്ടാവരുത് എന്നുള്ളതാണ് ഒരു ഐഡിയൽ ഫീച്ചർ. ഓക്കെ അല്ലേ? ദെൻ it should not be interfere with the sexual drive, desire or the sexual act of the user. അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കോൺട്രസെപ്റ്റീവ് ഉപയോഗിച്ചിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സസിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ സെക്ഷൽ ഡ്രൈവിനെ, ഓക്കെ, അല്ലെങ്കിൽ സെക്ഷൽ ഡിസയർ എന്ന് പറഞ്ഞാൽ ലൈംഗിക താല്പര്യത്തിന്, അതേപോലെ തന്നെ സെക്ഷൽ ആക്ടിനെ ഒന്നും എന്ത് ചെയ്യരുത്?
ഇന്റർഫിയർ ചെയ്യരുത്, തടസ്സപ്പെടുത്തരുത്. ഓക്കെ അല്ലേ? അപ്പം ഇതാണ് അവസാനത്തെ ഐഡിയൽ ഫീച്ചർ. ഇറ്റ് ഷുഡ് നോട്ട് ഇന്റർഫിയർ വിത്ത് ദ സെക്ഷൽ ഡ്രൈവ്. സെക്ഷൽ ഡ്രൈവിനെ ഇന്റർഫിയർ ചെയ്യരുത്, സെക്ഷൽ ഡിസയറിനെ ഇന്റർഫിയർ ചെയ്യരുത്, അതേപോലെ തന്നെ സെക്ഷൽ ആക്ടിനെ എന്ത് ചെയ്യരുത്, ഇന്റർഫിയർ ചെയ്യരുത്. ഇത്രയുമായിരിക്കണം ഒരു കോൺട്രസെപ്റ്റീവ്സിന് ഉണ്ടായിരിക്കേണ്ട ഐഡിയൽ ഫീച്ചേഴ്സ്. ഓക്കെ അല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 2 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ഐഡിയൽ ഫീച്ചേഴ്സ് ഓഫ് കോൺട്രസെപ്റ്റീവ്സ്. ഇനി നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കോൺട്രസെപ്റ്റീവ് മെത്തേഡുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ മെത്തേഡാണ് നാച്ചുറൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയും. രണ്ടാമത്തെ മെത്തേഡാണ് ബാരിയർ മെത്തേഡ് എന്ന് പറയും. മൂന്നാമത്തെ മെത്തേഡാണ് IUDs. IUDിൻ്റെ ഫുൾ ഫോം ആണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് എന്നാണ് വിളിക്കുക. മൂന്നാമത്തെ മെത്തേഡാണ് ഓറൽ കോൺട്രസെപ്റ്റീവ്സ് അല്ലെങ്കിൽ പിൽസുകൾ എന്ന് പറയും. അടുത്തൊരു മെത്തേഡാണ് ഇൻജെക്റ്റബിൾ അല്ലെങ്കിൽ ഇംപ്ലാന്റ്സ് എന്ന് പറയും. ആറാമത്തെ ഒരു മെത്തേഡാണ് സർജിക്കൽ മെത്തേഡ് എന്ന് പറയും. ഇതാണ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ്. അതിലേക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത്. അതിൽ ഒന്നാമത്തെ മെത്തേഡാണ് നാച്ചുറൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയും. ഓക്കെ, ട്രഡീഷണൽ മെത്തേഡ്, ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പരമ്പരാഗതം എന്നാണ് അർത്ഥം. അതായത് നമ്മൾ പാരമ്പര്യമായിട്ട് പിന്തുടർന്ന് പോരുന്ന മെത്തേഡാണ് ഏത്? നാച്ചുറൽ അല്ലെങ്കിൽ ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡ്. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഒരു തരത്തിലുള്ള നോ ഡിവൈസസ് ഓർ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ യൂസ്ഡ്. നോട്ട് ഡിവൈസസ് ഓർ ഇൻസ്ട്രുമെൻറ്റ്സ് ആർ യൂസ്ഡ്. ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഒരു തരത്തിലുള്ള ഡിവൈസുകളോ ഇൻസ്ട്രുമെൻസുകളോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഓക്കെ അല്ലേ? അതാണ് ഈ ഒരു മെത്തേഡിൻ്റെ പ്രത്യേകത. ഈ ഒരു മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സ്പേമും എഗ്ഗും തമ്മിലുള്ള മീറ്റിങ്ങിനെ ചില ടെക്നിക്കുകൾ ഉപയോഗിച്ച് കൊണ്ട് നമ്മൾ പ്രിവെൻറ്റ് ചെയ്യും. സ്പേമും എഗ്ഗും തമ്മിലുള്ള മീറ്റിങ്ങിനെ ചില ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രിവെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുക. ഏത് മെത്തേഡിൽ? നാച്ചുറൽ മെത്തേഡിൽ. ഓക്കെ അല്ലേ? ഈ നാച്ചുറൽ മെത്തേഡ് ശരിക്കും 3 ടൈപ്പിലുണ്ട്. ഒന്നാമത്തെ മെത്തേഡ് നമ്മൾ പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്നാണ് വിളിക്കുക. രണ്ടാമത്തെ മെത്തേഡിന് കോയിറ്റസ് ഇൻറ്ററപ്റ്റസ് എന്ന് പറയും. മൂന്നാമത്തെ മെത്തേഡിന് നമ്മൾ ലക്ടേഷണൽ അമിനോറിയ എന്നാണ് വിളിക്കുക. ഇതാണ് 3 ടൈപ്പ് നാച്ചുറൽ മെത്തേഡ്. അതിൽ നമ്മൾ ഒന്നാമത്തെ മെത്തേഡിലേക്ക് കടക്കാം. പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്നാണ്. എന്താണ് ആബ്സ്റ്റിനൻസ് എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ആബ്സ്റ്റിനൻസ് എന്ന് പറഞ്ഞാൽ ആബ്സ്റ്റെയിൻ ചെയ്യുക, അവോയ്ഡ് ചെയ്യുക എന്നതാണ്. ഓക്കെ, അതായത് ഒരു പെൺകുട്ടിയുടെ ഫെർട്ടൈൽ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 10 മുതൽ 17 ദിവസം. ഓക്കെ, അതിനെയാണ് നമ്മൾ ഫെർട്ടൈൽ പീരീഡ് എന്ന് വിളിക്കുക. ആ ഫെർട്ടൈൽ പീരീഡിൽ നമ്മൾ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ നിന്നും വേറിട്ട് നിൽക്കുക. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്ന് വിളിക്കുക. അതായത് ഒരു പെൺകുട്ടീൻ്റെ മെൻസ്ട്രൽ സൈക്കിള് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ആദ്യത്തെ 1 മുതൽ 7 വരെയുള്ള ദിവസത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെൻസ്ട്രൽ പീരീഡ് എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ മെൻസ്ട്രൽ ഫേസ് എന്ന് പറയും. 7 മുതൽ 13-ാം തീയതി വരെയുള്ള ഫേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രോലിഫറേറ്റീവ് ഫേസ് എന്നാണ് വിളിക്കുക. പ്രോലിഫറേറ്റീവ് ഫേസ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഫേസ്. ദെൻ മൂന്നാമത്തെ 14-ാം തീയതിയുള്ള ഫേസിനെ നമ്മൾ എന്താ പേര് വിളിക്കുക? ഓവ്യുലേറ്ററി ഫേസ് എന്നാണ് വിളിക്കുക. 14-ാം തീയതി മുതൽ അല്ലെങ്കിൽ 15-ാം തീയതി മുതൽ അടുത്ത 28-ാം തീയതി വരെയുള്ള ഈ ഒരു ഫേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൂട്ടിയൽ ഫേസ് എന്നാണ് വിളിക്കുക. അതിൽ നമുക്കറിയാം ഈ 14-ാമത്തെ ദിവസമാണ് ഓവ്യുലേഷൻ നടക്കുക. അതായത് എഗ് റിലീസ് ചെയ്യുന്ന സമയമാണ് ഏത്? ഈ 14th ഡേ. അപ്പോൾ ചില സ്ത്രീകളിൽ അത് 13-ാം തീയതി ആകാം, ചില സ്ത്രീകളിൽ അത് 12-ാം തീയതി ആകാം, ചില സ്ത്രീകളിൽ അത് 15-ാം തീയതി ആകാം, 16-ാം തീയതി ആകാം. ഓക്കെ അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? 10 മുതൽ 17-ാം തീയതി വരെ ഉള്ള ഈ ഒരു സമയമുണ്ടല്ലോ, 10 മുതൽ 17-ാം തീയതി വരെയുള്ള ഈ ഒരു സമയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫെർട്ടൈൽ പീരീഡ് എന്നാണ് വിളിക്കുക. ഓക്കെ, അതായത് ഫെർട്ടൈൽ ആകാൻ, അതായത് പ്രഗ്നൻ്റ് ആവാൻ ഏറ്റവും കൂടുതൽ, ഫെർട്ടിലൈസേഷൻ നടക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ദിവസമാണ് 10 മുതൽ 17-ാം തീയതി വരെയുള്ള ഈ ഒരു ദിവസം. മെൻസ്ട്രൽ സൈക്കിളിൻ്റെ 10 മുതൽ 17-ാം തീയതി വരെ ഈ ദിവസങ്ങളിൽ നമ്മൾ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ നിന്നും മാറി നിൽക്കുക. ബാക്കിയുള്ള ദിവസങ്ങളിൽ നോർമൽ സെക്ഷൽ ഇൻ്റർകോഴ്സസിൽ ഏർപ്പെടുക. അതായത് മെൻസ്ട്രൽ ഫേസിൽ ഒഴിച്ചിട്ട് ബാക്കിയുള്ള ദിവസങ്ങളിൽ ഈ ഫെർട്ടൈൽ പീരീഡ് ഒഴിവാക്കുക. ബാക്കിയുള്ള ദിവസങ്ങളിൽ നോർമൽ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുന്ന ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? പീരിയോഡിക് ആബ്സ്റ്റിനൻസ് എന്നാണ് വിളിക്കുക. ആബ്സ്റ്റെയിൻ, അവോയ്ഡ്. പീരിയോഡിക് അതായത് 10 മുതൽ 17 ദിവസമുള്ള ഫെർട്ടൈൽ പീരീഡിൽ നമ്മൾ സെക്ഷൽ ഇൻ്റർകോഴ്സിൽ നിന്നും മാറി നിൽക്കുന്ന ഈ ഒരു മെത്തേഡാണ് പീരിയോഡിക് ആബ്സ്റ്റൻസ്. ഇവിടെ നമ്മൾ ഒരു തരത്തിലുള്ള ഇൻസ്ട്രുമെൻസുകളോ ഡിവൈസുകളോ ഉപയോഗിക്കുന്നില്ല. ഓക്കെ,
രണ്ടാമത്തെ മെത്തേഡാണ് നാച്ചുറൽ മെത്തേഡിൽ വരുന്ന രണ്ടാമത്തെ മെത്തേഡാണ് കോയിറ്റസ് ഇൻറ്ററപ്റ്റസ് എന്ന് പറയും. എന്താണ് കോയിറ്റസ് ഇൻറ്ററപ്റ്റസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഒരു ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിൻ്റെ ഫിഗറാണ്. ഓക്കെ, കോയിറ്റസ് ഇൻറ്ററപ്റ്റസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോർമലി സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഓക്കെ ജസ്റ്റ് ബിഫോർ ഇജാക്കുലേഷൻ ഓക്കെ അതായത് സ്പേമിനെ റിലീസ് ചെയ്യുന്ന തൊട്ട് മുന്നേ മെയിൽ വിഡ്രോ ദ പെനിസ് ഫ്രം വെജൈന. വെജൈനയിൽ നിന്നും മെയിൽ പെനിസിനെ വിഡ്രോ ചെയ്യുക ആൻഡ് നോട്ട് ഇൻസെമിനേറ്റ് ഇൻസൈഡ് ദ ഫീമെയിൽ വെജൈന. ഫീമെയിൽ വെജൈനയിലേക്ക് സെമനെ ഇൻസെമിനേറ്റ് ചെയ്യാതിരിക്കുക. ഓക്കെ അല്ലേ? അപ്പം ഇവിടെ എന്താ ചെയ്യുന്നത്, നമ്മൾ കോയിറ്റസിനെ ഇൻറ്ററപ്റ്റ് ചെയ്യാണ്. എന്താ ഇൻറ്ററപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തടസ്സപ്പെടുത്തുകയാണ്. ഒരു കോയിറ്റസ് കംപ്ലീറ്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ, മെയില് വെജൈനയിലേക്ക് സ്പേമിനെ ഇൻസെമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയും ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് കംപ്ലീറ്റ് ആക്കും എന്ന് പറയും. പക്ഷേ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക, ഈ കോയിറ്റസ് ഇൻട്രപ്റ്റസ് എന്ന് പറയുന്ന മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൽ വിഡ്രോ ദ പെനിസ് ഫ്രം വെജൈന. മെയിൽ വെജൈനയിൽ നിന്നും പെനിസിനെ വിഡ്രോ ചെയ്യാണ് ആൻഡ് നോട്ട് ഇൻസെമിനേറ്റ് ഇൻസൈഡ് ദ ഫീമെയിൽ വെജൈന. ഫീമെയിൽ വെജൈനയിൽ ഇൻസെമിനേറ്റ് ചെയ്യാതിരിക്കുക. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക, കോയിറ്റസ് ഇൻട്രപ്റ്റസ് എന്ന് വിളിക്കും. ഓക്കെ, ഇതിൽ നമ്മൾ മെയിൽ വെജൈനയിൽ നിന്നും പെനിസിനെ വിഡ്രോ ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു മെത്തേഡിനെ വിഡ്രോവൽ മെത്തേഡ് എന്നും കൂടെ പറയാറുണ്ട്. ഓക്കെ, വിഡ്രോവൽ മെത്തേഡ് എന്നും കൂടെ ഈ ഒരു മെത്തേഡിനെ പറയും. ഇനി മൂന്നാമത്തെ ഒരു മെത്തേഡാണ് ലക്ടേഷണൽ അമ്നോറിയ എന്ന് പറയുന്ന മെത്തേഡ്. ഓക്കെ അല്ലേ? അതായത് പ്രസവിച്ചതിന് ശേഷം ഓക്കെ നമുക്കറിയാം മദർ ഇൻറ്റൻസ് എമൗണ്ട് ഓഫ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യും ആദ്യത്തെ 6 മാസം. ആ 6 മാസത്തിൽ ഫീമെയിൽ ബോഡിയിൽ ഓവിലേഷൻ ഉണ്ടാവില്ല, അതേപോലെ തന്നെ മെൻസ്ട്രൽ സൈക്കിളും ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഫീമെയിലുമായിട്ട് സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തുന്നതെങ്കിൽ പ്രഗ്നൻ്റ് ആവാനുള്ള ചാൻസ് എന്താണ്, കുറവാണ്. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്, ലക്ടേഷണൽ അമ്നോറിയ എന്ന് വിളിക്കുക. ഈ ഒരു മെത്തേഡ് ഇറ്റ് ഈസ് ഇഫക്റ്റീവ് അപ് ടു മാക്സിമം ഓഫ് 6 months ആണ്. അതായത് ഫോളോയിങ് പാർച്ചുറേഷൻ, പ്രസവത്തിന് ശേഷമുള്ള 6 മാസം വരെ ഈ ഒരു മെത്തേഡ് ഇഫക്റ്റീവ് ആയിരിക്കുകയുള്ളൂ എന്നുള്ളതാണ് ഈ ലക്ടേഷൻ അമ്നോറിയ എന്ന് പറയുന്ന മെത്തേഡിൻ്റെ പ്രത്യേകത. ഓക്കെ അല്ലേ? അപ്പം ഇതാണ് 3 ടൈപ്പ് നാച്ചുറൽ മെത്തേഡുകൾ. യെസ്, ഇനി എന്താണ് ഈ നാച്ചുറൽ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൽ നമ്മൾ ഒരു തരത്തിലുള്ള മെഡിസിൻസുകളോ ഡിവൈസുകളോ ഇൻസ്ട്രുമെൻസുകളോ ഒന്നും ഉപയോഗിക്കുന്നില്ല അല്ലേ. നമ്മൾ ചില ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ട് സ്പേമും എഗ്ഗും തമ്മിലുള്ള മീറ്റിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ മെഡിസിൻസോ ഡിവൈസുകളോ ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് സൈഡ് ഇഫക്റ്റ് എന്താണ്, നിൽ ആണ് നാച്ചുറൽ മെത്തേഡിൻ്റെ. ഓക്കെ, ദെൻ അടുത്തത് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആണ് പറയാനുള്ളത്. ചാൻസ് ഓഫ് ഫെയിലുവർ ബൈ ദിസ് മെത്തേഡ് ആർ ഹൈ ആണ്. നമ്മൾ ഈ നാച്ചുറൽ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് സെക്ഷൽ ഇൻ്റർകോഴ്സിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തതെങ്കിൽ പ്രഗ്നൻ്റ് ആവാനുള്ള സാധ്യത എന്താണ്, കൂടുതലാണ് എന്നുള്ളതാണ് ഈ ഒരു മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് ബാരിയർ മെത്തേഡുകളെ കുറിച്ചിട്ടാണ്. എന്താണ് ബാരിയർ മെത്തേഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പേമും എഗ്ഗും തമ്മിലുള്ള മീറ്റിങ്ങിനെ നമ്മളിതാ ഒരു ബാരിയർ വെച്ചുങ്ങാണ്ട് തടയാണ്. ഓക്കെ, ഒരു തടസ്സം വെച്ചുങ്ങാണ്ട് സ്പേമും എഗ്ഗും തമ്മിലുള്ള മീറ്റിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ബ്ലോക്ക് ചെയ്യാണ്. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക, ബാരിയർ മെത്തേഡ് എന്ന് വിളിക്കുക. 2 ടൈപ്പ് ബാരിയർ മെത്തേഡുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ടൈപ്പ് ബാരിയർ മെത്തേഡ് നമ്മൾ കോണ്ടംസ് എന്നാണ് വിളിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അവിടെ കോണ്ടത്തിൻ്റെ ഫിഗർ കാണാം. ഈ കോണ്ടം ഉണ്ടാക്കിയത് റബ്ബർ എന്ന് പറയുന്ന മെറ്റീരിയൽ കൊണ്ടാണ്, അല്ലെങ്കിൽ ലാറ്റക്സ് ഷീറ്റ് എന്ന് പറയുന്ന മെറ്റീരിയലാണ് കോണ്ടം ഉണ്ടാക്കാൻ ഉപയോഗിക്കുക. ഈ കോണ്ടം ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ആണ്. മെയിലിനും ഫീമെയിലിനും എന്ത് അവൈലബിൾ ആണ്, ഈ കോണ്ടം എന്ന് പറയുന്ന സാധനം രണ്ടാൾക്കും അവൈലബിൾ ആണ്. മെയിൽ എന്തിനാണ് കോണ്ടം ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടു കവർ ഹിസ് പെനിസ് ആണ്. പെനിസിനെ കവർ ചെയ്യാനാണ് മെയിൽ കോണ്ടം ഉപയോഗിക്കുക. ഫീമെയിൽ അവരുടെ കോണ്ടം ഉപയോഗിക്കുക ഈ വെജൈനനെ അല്ലെങ്കിൽ സർവിക്സിനൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവരെങ്ങനെയാണ് ഈ കോണ്ടം, ഫീമെയിൽസ് എങ്ങനെയാണ് ഉപയോഗിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഫീമെയിൽ കോണ്ടം. ഈ ഫീമെയിൽ കോണ്ടം ഇവരിങ്ങനെ ധരിക്കുകയാണ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇതിൻ്റെ അറ്റത്ത് ഈ ഒരു സൈഡിൽ ഇവിടെ ബ്ലോക്കേജ് ഉണ്ടാവും. അപ്പോൾ അതാ ഇങ്ങനെയാണ് ഫീമെയിൽ കോണ്ടം ഇവർ ധരിക്കുക. ഇത് ഉപയോഗിച്ചിട്ട് അവർ സർവിക്സിനെ കവർ ചെയ്യും അല്ലെങ്കിൽ വെജൈനനെ കവർ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ മെയിൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തി സ്പേമിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പേമിൻ്റെ മൂവ്മെൻറ്റ് സ്പേം എവിടെ കളക്ട് ചെയ്യും, ആ കോണ്ടത്തിൽ സ്പേമിനെ കളക്ട് ചെയ്യും. അങ്ങനെ സ്പേമും എഗ്ഗും തമ്മിലുള്ള ഫ്യൂസിങ്ങിനെ നമ്മൾ ഒരു ബാരിയർ വെച്ചിട്ട് തടയുന്ന ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ബാരിയർ മെത്തേഡ് എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് അവൈലബിൾ, ഒരു ബാരിയർ മെത്തേഡിൻ്റെ എക്സാമ്പിളാണ് കോണ്ടംസ്. ഇറ്റ് ഈസ് അവൈലബിൾ ഫോർ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ആണ്. ഇനി ഈ കോണ്ടത്തിന് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കോണ്ടം വളരെ ചീപ്പാണ്, വില കുറവാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു അഡ്വാൻറ്റേജ് ആണ് കോണ്ടം ഡിസ്പോസിബിൾ ആണ്.
യൂസ് ആൻഡ് ത്രോ സാധനമാണ് കോണ്ടം. ഇനി അടുത്തത് സെൽഫ് ഇൻസേർട്ടഡ് ആണ് ആൻഡ് പ്രൊവൈഡ് പ്രൈവസി ടു ദ യൂസർ. സ്വന്തമായിട്ട് ധരിക്കാൻ വേണ്ടി പറ്റും. മെയിലിന് സ്വന്തമായിട്ട് പെനിസിനെ കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ഫീമെയിലിനും സ്വന്തമായിട്ട് ഇത് ഇൻസേർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഇറ്റ് ഗീവ് പ്രൈവസി ടു ദ യൂസർ ആണ്. യൂസറിന് ഒരുപാട് പ്രൈവസി തരുമാറ് കോണ്ടം എന്ന് പറയുന്ന സാധനം. അടുത്തത് ഇറ്റ് പ്രിവെൻറ്റ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. കോണ്ടം ഡെഫിനറ്റ്ലി പ്രഗ്നൻസിനെ ബ്ലോക്ക് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ ലൈംഗിക രോഗങ്ങൾ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുമാറ് കോണ്ടം എന്ന് പറയുന്ന ആൾ. നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിമാണ് കോണ്ടത്തിന്. ഒരു ബ്രാൻഡ് നെയിമാണ് നിരോധ് എന്ന് പറയും. ഓക്കെ, 1 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. ഒരു ബ്രാൻഡ് നെയിമാണ് നിരോധ്. നിരോധ് എന്ന് പറഞ്ഞാൽ ഹിന്ദി വേർഡാണ്, തടസ്സപ്പെടുത്തുക എന്നാണ് അർത്ഥം. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് രണ്ടാമത്തെ ബാരിയർ മെത്തേഡാണ് സർവിക്കൽ ക്യാപ്പ്, ഡയഫ്രം അല്ലെങ്കിൽ വാൾട്ട് എന്ന് പറയും. അതിൻ്റെ വേർഡിൽ തന്നെ മീനിങ് ഉണ്ട്, സർവിക്സിൻ്റെ ക്യാപ്പാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് സർവിക്കൽ ക്യാപ്സ് എന്ന് പറയുന്ന സാധനം. ഈ ഒരു സാധനം ഉണ്ടാക്കിയത് റബ്ബറാണ്. ഇറ്റ് ഈസ് ഓൺലി അവൈലബിൾ ഫോർ ഫീമെയിൽ ആണ്. ഫീമെയിലിനാണ് ഈ സർവിക്കൽ ക്യാപ്സ്, ഡയഫ്രം അല്ലെങ്കിൽ വാൾട്ട് എന്ന് പറയുന്ന സാധനം ഉപയോഗിക്കുക. ഇതിനൊക്കെ കാണാൻ ഒരേപോലെ തന്നെയാണ് ഈ ഒരു സാധനം ഉണ്ടാവുക. അപ്പോൾ ഇതെങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞു റബ്ബർ കൊണ്ടാണ് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു. ഈ സാധനം കൊണ്ട് നമ്മളിതാ ഫീമെയിൽസിൻ്റെ സർവിക്സിന് ഇങ്ങനെ അങ്ങോട്ടേക്ക് കവർ ചെയ്യാണ് ചെയ്യാം. ഓക്കെ അല്ലേ? അതുകൊണ്ടാണ് സർവിക്കൽ ക്യാപ്സ് എന്നുള്ള പേര് കിട്ടാനുള്ള കാരണം. ഇനി മെയിൽ ഇതാ വെജൈനയിലേക്ക് സ്പേമിനെ ഇൻസെമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഈ സ്പേമിൻ്റെ എൻട്രീനെ ബ്ലോക്ക് ചെയ്യും ആര്? ഈ സർവിക്കൽ ക്യാപ്സ് എന്ന് പറയുന്ന ആൾ. ഓക്കെ അല്ലേ? ഈ സർവിക്കൽ ക്യാപ്സിൻ്റെ ഒരു മെച്ചം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേ ആർ റീയൂസബിൾ ആണ്. അതായത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചിട്ട് വീണ്ടും നമുക്ക് വാഷ് ചെയ്തിട്ട് എടുത്തു വെക്കാം. നെക്സ്റ്റ് ടൈം സെക്ഷൽ ഇൻ്റർകോഴ്സിൽ ഏർപ്പെടുമ്പോൾ വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ദെൻ ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? ശ്രദ്ധിച്ചോ, ഈ സ്പെർമിസീഡൽ ക്രീമുകളെയും സ്പെർമിസീഡൽ ജെല്ലികളെ അല്ലെങ്കിൽ ക്രീമുകളെ, ഫോംസുകളൊക്കെ അപ്ലൈ ചെയ്യും. സ്പെർമിസീഡൽ എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥം കില്ലിംഗ് സ്പേമ് എന്നാണ്. ഓക്കെ, കില്ലിംഗ് സ്പേം, സ്പേമിനെ കില്ല് ചെയ്യുന്ന ക്രീമുകളും ജെല്ലീസുകളും ഒക്കെ ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യും. എന്നിട്ട് യൂട്രസ് നമ്മൾ വെജൈനയിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന സ്പേമിനെ ഒക്കെ ഇതിൻ്റെ മുകളിലുള്ള ഈ കെമിക്കൽസ് അങ്ങോട്ടേക്ക് കില്ല് ചെയ്തോളും. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കോൺട്രസെപ്റ്റീവ് എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ വേണ്ടി പറ്റും നമുക്ക്. എന്തിൻ്റെ സഹായത്തോടെ? ഈ സ്പെർമിസീഡൽ ക്രീമിൻ്റെയും ജെല്ലീസിൻ്റെയും ഫോംസിൻ്റെയും ഒക്കെ സഹായത്തോടെ അങ്ങനെ നമുക്ക് കോൺട്രസെപ്റ്റീവ് എഫിഷ്യൻസി കൂട്ടാം. ഇതൊക്കെയാണ് സർവിക്കൽ ക്യാപ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ 2 ടൈപ്പ് ബാരിയർ മെത്തേഡിനെ കുറിച്ച് പറഞ്ഞു. ഒന്നാമത്തത് കോണ്ടം, ഇറ്റ് ഈസ് അവൈലബിൾ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. രണ്ടാമത്തത് സർവിക്കൽ ക്യാപ്സ്, ഇറ്റ് ഈസ് അവൈലബിൾ ഓൺലി ഫോർ ഫീമെയിൽ ആണ്. ഇനി നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് IUDസിനെ കുറിച്ചിട്ടാണ്. IUDസിൻ്റെ ഫുൾ ഫോം ആണ് ഇൻട്രാ യൂട്രൈൻ ഡിവൈസസ് എന്ന് പറയും. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഇത് ഒരു ഡോക്ടറുടെ സഹായത്തോടെ അല്ലെങ്കിൽ ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സിൻ്റെ സഹായത്തോടെ വെജൈനയിലൂടെ യൂട്രസിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് ആര്? IUDs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദീസ് ആർ ദ ഡിവൈസസ് ഇൻസേർട്ടഡ് ഇൻ ടു ദ യൂട്രസ് ത്രൂ വെജൈന. 3 ടൈപ്പ് IUDsകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ടൈപ്പ് IUD ആണ് നോൺ മെഡിക്കേറ്റഡ് IUDs എന്നാണ് വിളിക്കാം. ഓക്കെ അല്ലേ? അതിൽ തന്നെ അതിൻ്റെ പേരുണ്ട്, നോൺ മെഡിക്കേറ്റഡ് IUDs ആണ്. ഓക്കെ, അതായത് ഇതിൽ നിന്നും മെഡിസിൻസ് ഒന്നും റിലീസ് ചെയ്യില്ല. ഓക്കെ, ഒരു നോൺ മെഡിക്കേറ്റഡ് IUDസിന് എക്സാമ്പിൾ ആണ് ലിപ്പസ് ലൂപ്പ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ ഇതാണ് ലിപ്പസ് ലൂപ്പ് എന്ന് പറയുന്ന IUD. ഈ IUD നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ നമ്മൾ ഈ IUDനെ അങ്ങോട്ടേക്ക് ഇൻസേർട്ട് ചെയ്ത് വെക്കും. ഇത് ഇൻസേർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇവർ എങ്ങനെയാണ് പ്രഗ്നൻസിനെ പ്രിവെൻറ്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ യൂട്രസിലെ ഫാഗോസൈറ്റിക് സെല്ലുകളെ ആക്ടിവേറ്റ് ആക്കും. ഫാഗോസൈറ്റിക് സെല്ലുകളെ ഇവരെന്ത് ചെയ്യും? ആക്ടിവേറ്റ് ആക്കും. ഫാഗോസൈറ്റിക് സെല്ലുകൾ ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞാൽ മെയിൽ ഇതാ റിലീസ് ചെയ്ത സ്പേമിനെ മൊത്തം ഇതിൻ്റെ ഉള്ളിലുള്ള ഫാഗോസൈറ്റിക് സെല്ലുകൾ ഫാഗോസൈറ്റോസിസ് ചെയ്ത് നശിപ്പിച്ചോളും. അപ്പോൾ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യാൻ ആരുണ്ടാവില്ല? സ്പേം ഉണ്ടാവില്ല. എല്ലാ സ്പേമിനെയും ഫാഗോസൈറ്റിക് സെല്ലുകൾ ഫാഗോസൈറ്റോസിസ് ചെയ്ത് നശിപ്പിക്കും. അതായത് ഇവർ ഫാഗോസൈറ്റിക് സെല്ലുകളെ ആക്ടിവേറ്റ് ആക്കുകയാണ് ചെയ്യുക. അതാണ് ആര് ചെയ്യുക? നോൺ മെഡിക്കേറ്റഡ് IUDs ചെയ്യുക. അതിനൊരു എക്സാമ്പിളാണ് ലിപ്പസ് ലൂപ്പ് എന്ന് പറയുന്ന ആൾ. രണ്ടാമത്തെ ടൈപ്പ് ഒരു IUD ആണ് കോപ്പർ റിലീസിങ് IUDs എന്ന് പറയും. അതിൻ്റെ പേരിൽ തന്നെ മീനിങ് ഉണ്ട്. ഇത് യൂട്രസിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നും ആര് റിലീസ് ചെയ്യും? കോപ്പർ അയോണുകൾ റിലീസ് ചെയ്യും എന്നതാണ്. Cu2+ അയോൺ കോപ്പർ അയോണുകൾ റിലീസ് ചെയ്യും.
കോപ്പർ അയോണുകൾ എന്ത് ചെയ്യും, എങ്ങനെയാണ് പ്രഗ്നൻസിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ തരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് സപ്രസ് സ്പേം മോട്ടിലിറ്റി. സ്പേമിൻ്റെ മോട്ടിലിറ്റി പവറിനെ എന്ത് ചെയ്യും, സപ്രസ് ചെയ്യും. അങ്ങനെ സ്പേമിൻ്റെ മോട്ടിലിറ്റി പവർ സപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഈ സ്പേമിന് എങ്ങോട്ടേക്ക് കയറാൻ വേണ്ടി പറ്റൂല, ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പറ്റൂല. ഇവിടെ യൂട്രസിലേക്ക് എത്തുമ്പോൾ തന്നെ സ്പേമിൻ്റെ മോട്ടിലിറ്റി പവർ മൊത്തം ഇല്ലാതെയാക്കും ഇതിൽ നിന്നും റിലീസ് ചെയ്യുന്ന Cu2+ അയോൺ. ഇവർ വേറൊരു കാര്യം കൂടെ ചെയ്യും, ദേ സപ്രസ് ദ ഫെർട്ടൈൽ കപ്പാസിറ്റി ഓഫ് ദ സ്പേം ആണ്. സപ്രസ് ഫെർട്ടൈൽ കപ്പാസിറ്റി ഓഫ് സ്പേം. സ്പേമിനെ എഗ്ഗുമായിട്ട് ഫ്യൂസ് ചെയ്യുന്ന സ്പേമിന് ഒരു കപ്പാസിറ്റി ഉണ്ടാവും. ആ കപ്പാസിറ്റിനെയും ഇല്ലാതെയാക്കും ആര്, ഇതിൽ നിന്നും റിലീസ് ചെയ്യുന്ന കോപ്പർ അയോണുകൾ. ഓക്കെ, അപ്പോൾ കോപ്പർ റിലീസിങ് IUDകൾക്ക് എക്സാമ്പിളാണ് കോപ്പർ T, കോപ്പർ 7, മൾട്ടി ലോഡ് 375 എന്ന് പറയും. ഓക്കെ, ഇനി മൂന്നാമത്തെ ടൈപ്പ് IUD ആണ് ഹോർമോൺ റിലീസിങ് IUDs എന്ന് പറയും. അതിൽ തന്നെ അതിന് മീനിങ് ഉണ്ട്. ഹോർമോൺ ആണ്, ഹോർമോൺ റിലീസിങ് IUDs. ഈ IUDകളെ നമ്മൾ യൂട്രസിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നും ചില ഹോർമോണുകൾ റിലീസ് ചെയ്യും. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇതാണ് ഹോർമോൺ റിലീസിങ് IUDs. ഓക്കെ, കാണാൻ കോപ്പർ ടീൻ്റെ പോലെ തന്നെ ഉണ്ടാകും, പക്ഷേ ഇത് നമ്മൾ യൂട്രസിലേക്ക് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ഇത് നമ്മൾ യൂട്രസിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നും ആരാണ് റിലീസ് ചെയ്യുക, ഹോർമോണുകളാണ് റിലീസ് ചെയ്യുക. ഹോർമോൺ, ഈ ഹോർമോണുകൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് പ്രഗ്നൻസിയിൽ നിന്നും പ്രൊട്ടക്ഷൻ കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് മേക്ക് ദ യൂട്രസ് അൺസ്യൂട്ടബിൾ ഫോർ ഇംപ്ലാന്റേഷൻ. യൂട്രസിനെ അൺഫിറ്റ് ആക്കും, ഇംപ്ലാന്റേഷൻ നടക്കുന്നതിൽ നിന്നും അൺഫിറ്റ് ആക്കും. അതായത് ഈ ഹോർമോൺ റിലീസിങ് IUDs ഒക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഫെർട്ടിലൈസേഷൻ ഒക്കെ നടക്കും, സൈഗോട്ട് ഉണ്ടാകും, ബ്ലാസ്റ്റോസിസ്റ്റ് ഒക്കെ ഉണ്ടാകും. പക്ഷേ ഈ ബ്ലാസ്റ്റോസിസ്റ്റ് വന്നുകാണ്ട് യൂട്രസിൻ്റെ വാളിൽ പറ്റിപ്പിടിച്ച് വളരാൻ വേണ്ടി കഴിയില്ല. എന്താക്കും, യൂട്രസിനെ അൺഫിറ്റ് ഫോർ ഇംപ്ലാന്റേഷൻ ആക്കും. അങ്ങനെ നമുക്ക് പ്രഗ്നൻസിയിൽ നിന്നും പ്രൊട്ടക്ഷൻ തരും. ഓക്കെ, അതാണ് ആര് ചെയ്യുക, നമ്മുടെ ഹോർമോൺ റിലീസിങ് IUDs ചെയ്യുക. ഇനി ഇവർ വേറൊരു കാര്യം കൂടെ ചെയ്യും, മേക്ക് സർവിക്സ് ഹോസ്റ്റൈൽ ടു സ്പേം. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ സർവിക്കൽ കനാൽ എന്ന് പറയുന്ന ഭാഗം. ഓക്കെ അല്ലേ, ഇതാണ് നമ്മുടെ സർവിക്കൽ കനാൽ. ഈ സർവിക്കൽ കനാലിൽ നോർമലി എല്ലാവർക്കും എന്തുണ്ടാകും, മ്യൂക്കസ് കോട്ട് ഉണ്ടാവും. ഓക്കെ, ഇതെല്ലാവർക്കും ഉണ്ടാകും മ്യൂക്കസ് കോട്ട്. അപ്പോൾ നമ്മൾ ഈ ഹോർമോൺ റിലീസിങ് IUDs എടുത്തു കഴിഞ്ഞാൽ ഈ മ്യൂക്കസ് കോട്ടിൻ്റെ കട്ടി അങ്ങോട്ടേക്ക് കൂട്ടും അല്ലേ. മ്യൂക്കസ് കോട്ടിൻ്റെ കട്ടി കൂട്ടിക്കഴിഞ്ഞാൽ മെയിൽ സ്പേമിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാലും ഈ സ്പേമിന് ഈ സർവിക്സിൻ്റെ ഉള്ളിലൂടെ, സർവിക്കൽ കനാലിൻ്റെ ഉള്ളിലൂടെ കയറി പോകാൻ വേണ്ടി പറ്റൂല. അതായത് ദേ വിൽ ആൾട്ടർ ദ ക്വാളിറ്റി ഓഫ് ദ സർവിക്കൽ മ്യൂക്കസ്. സർവിക്കൽ മ്യൂക്കസിൻ്റെ കട്ടി കൂട്ടും, ദാറ്റ് റിട്ടാർഡ് ദ എൻട്രി ഓഫ് ദ സ്പേം. അങ്ങനെ സ്പേമിൻ്റെ എൻട്രീനെ എന്തെയ്ക്കും, റിട്ടാർഡ് ചെയ്യും. എൻട്രി ഓഫ് സ്പേം, റിട്ടാർഡ് ദ എൻട്രി ഓഫ് സ്പേം. റിട്ടാർഡ് എൻട്രി, സ്പേമിൻ്റെ എൻട്രീനെ എന്തെയ്ക്കും, സ്റ്റോപ്പ് ചെയ്യിപ്പിക്കും. അങ്ങനെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക, മേക്ക് സർവിക്സ് ഹോസ്റ്റൈൽ ടു സ്പേം എന്ന് പറയാം. ഇത് ചെയ്യുന്നത് ആരാണ്, ഹോർമോൺ റിലീസിങ് IUDs ആണ്. ഹോർമോൺ റിലീസിങ് IUDകൾക്ക് രണ്ട് എക്സാമ്പിൾ നിങ്ങൾ പഠിക്കണം. ഒന്നാമത്തതാണ് LNG-20 എന്ന് പറയും, രണ്ടാമത്തെ ആളാണ് പ്രൊജസ്റ്റാസേർട്ട് എന്ന് പറയും. അപ്പോൾ ഞാൻ 3 ടൈപ്പ് IUDsനെ കുറിച്ച് പറഞ്ഞു. ഒന്നാമത്തതായിരുന്നു നോൺ മെഡിക്കേറ്റഡ് IUDs, രണ്ടാമത്തത് കോപ്പർ റിലീസിങ് IUDs, മൂന്നാമത്തത് ഹോർമോൺ റിലീസിങ് IUDs. എക്സാമ്പിളുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് കൃത്യമായിട്ട് അത് നിങ്ങൾ പഠിച്ചു വേണം പോകാൻ. നെക്സ്റ്റ് വൺ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ IUDs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഐഡിയൽ കോൺട്രസെപ്റ്റീവ് ഫോർ ദ ഫീമെയിൽ. ഫീമെയിലിൻ്റെ ഒരു ഐഡിയൽ കോൺട്രസെപ്റ്റീവ്സ് ആണ് IUDs. ഓക്കെ, ഏത് ഫീമെയിലിനാണ് ഇത് ഐഡിയൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദോസ് ഹൂ വാണ്ട് ടു ഡിലേ പ്രഗ്നൻസി, അതായത് പ്രഗ്നൻസി ഡിലേ ചെയ്യിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കപ്പിൾസ് ഉണ്ടാവും. ഓക്കെ, അതായത് കല്യാണം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ കുട്ടികൾ വേണ്ട, 2-3 വർഷം കഴിഞ്ഞിട്ട് കുട്ടികൾ മതി എന്ന് തീരുമാനിക്കുന്ന കപ്പിൾസിന് അല്ലെങ്കിൽ ഫീമെയിൽസിന് ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡാണ് ആര്, IUDs. അല്ലെങ്കിൽ ദോസ് ഹൂ വാണ്ട് സ്പേസ് ചിൽഡ്രൻ. സ്പേസ് ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കുട്ടികൾക്കിടയിലെ ഗ്യാപ്പ്, അതായത് ഒരു കുട്ടി കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടി ഉണ്ടായി, അതിനുശേഷം രണ്ടാമത്തെ കുട്ടി ഉണ്ടാവുന്നത് ഒരു 2-3 വർഷം മതി എന്ന് തീരുമാനിക്കുന്ന കപ്പിൾസ് ഉണ്ട്. അതായത് കുട്ടികൾക്കിടയിലുള്ള ഗ്യാപ്പ്, അതിനെയാണ് നമ്മൾ സ്പേസ് ചിൽഡ്രൻ എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ, അവരൊക്കെ എന്ത് ചെയ്യും, മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഏതാണ്, ഏത് കോൺട്രസെപ്റ്റീവ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IUD ആണ്. ഓക്കെ, ദിസ് IUD ഈസ് ദ വൈഡ്ലി ആക്സെപ്റ്റഡ് മെത്തേഡ് ഓഫ് കോൺട്രസെപ്ഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യൻ ഫീമെയിൽസിൻ്റെ ഇടയിൽ ഏറ്റവും വൈഡായിട്ട് അക്സെപ്റ്റ് ചെയ്ത കോൺട്രസെപ്റ്റീവ് മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IUD ആണ്. കോണ്ടമോ പിൽസോ ഒന്നുമല്ല, ദാറ്റ് ഈസ് IUD ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓറൽ കോൺട്രസെപ്റ്റീവ്സ് ആണ്. ഓക്കെ, ഓറൽ കോൺട്രസെപ്റ്റീവ്, ഓറൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, വായ എന്നാണ് അർത്ഥം. അതായത് വായലൂടെ എടുക്കുന്ന ടാബ്ലറ്റ്സുകൾ അല്ലെങ്കിൽ ഗുളികകൾ, അതുകൊണ്ടാണ് ഇതിനെ
പിൽസ് എന്ന് വിളിക്കാനുള്ള കാരണം. ഓക്കെ അല്ലേ? നമ്മൾ എടുക്കുന്ന ടാബ്ലറ്റ്സുകളാണ് ഓറൽ കോൺട്രസെപ്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ടാബ്ലറ്റ്സിൽ എന്താണ് ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ പ്രൊജസ്റ്റോജൻ എന്ന് പറയുന്ന ഹോർമോണാണ് ഉണ്ടാവുക. ഓക്കെ, നമ്മൾ ഗുളികകൾ എടുത്തു കഴിഞ്ഞാൽ ആ ഗുളികകളിൽ ആരാണ്ടാവുക? പ്രൊജസ്റ്റോജൻ എന്ന് പറയുന്ന ഹോർമോൺ, അല്ലെങ്കിൽ ഈസ്ട്രജൻ പ്രൊജസ്റ്റോജൻ ഹോർമോണിൻ്റെ കോമ്പിനേഷനാണ് നമ്മൾ ടാബ്ലറ്റ്സ് വഴി നമ്മുടെ ശരീരത്തിലേക്ക് എടുക്കുക. ഈ പിൽസുകൾ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവർ നമ്മുടെ പ്രഗ്നൻസിയിൽ നിന്നും പ്രൊട്ടക്ഷൻ തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ സപ്രസ് ഓവുലേഷൻ ആൻഡ് ഇംപ്ലാന്റേഷൻ. ഓക്കെ അല്ലേ? ഓവുലേഷനെ സപ്രസ് ചെയ്യും, അതായത് എഗ്ഗിനെ റിലീസ് ചെയ്യിപ്പിക്കൂല. അതേപോലെ തന്നെ ഇംപ്ലാന്റേഷൻ നടത്തൂല. ഇംപ്ലാന്റേഷൻ ഉണ്ടായി കഴിഞ്ഞാലല്ലേ പ്രഗ്നൻസി ഉണ്ടാവുള്ളൂ. ഇംപ്ലാന്റേഷനെ സപ്രസ് ചെയ്യും. ഇവർ വേറൊരു കാര്യം കൂടെ ചെയ്യും. ദേ ആൾട്ടർ ദ ക്വാളിറ്റി ഓഫ് ദ സർവിക്കൽ മ്യൂക്കസ് ആൻഡ് സപ്രസ് ദ എൻട്രി ഓഫ് ദ സ്പേം. ഞാൻ നേരത്തെ പറഞ്ഞു ഹോർമോൺ റിലീസിങ് IUDs ചെയ്യുന്ന കാര്യം തന്നെയാണ് ഇവരും ചെയ്യുക, ഓറൽ കോൺട്രസെപ്റ്റീവ്സും ചെയ്യുക. ഇവരെന്ത് ചെയ്യും? ഈ സർവിക്കൽ മ്യൂക്കസിൻ്റെ ക്വാളിറ്റി എന്ത് ചെയ്യും? ആൾട്ടർ ചെയ്യും. ആൾട്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തിക്നെസ് കൂട്ടും, സർവിക്കൽ മ്യൂക്കസിൻ്റെ തിക്നെസ് കൂട്ടും. അങ്ങനെ കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്പേമിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂല? എൻ്റർ ചെയ്യാൻ വേണ്ടി പറ്റൂല. അങ്ങനെ പ്രഗ്നൻസിയിൽ നിന്നും പ്രൊട്ടക്ഷൻ തരുന്ന ആൾക്കാരാണ് ആര്? ഓറൽ കോൺട്രസെപ്റ്റീവ്സ് എന്ന് പറയുന്ന ആൾ. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ഓറൽ കോൺട്രസെപ്റ്റീവ്സ് എടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, നമുക്കറിയാം മെൻസസ് നടക്കുക 1 മുതൽ 7-ാം തീയതി വരെ, അല്ലെങ്കിൽ മാക്സിമം 5-ാം തീയതി വരെയാണ് നമുക്ക് എന്ത് നടക്കുക? മെൻസസ് നടക്കുക. അപ്പോൾ ഈ 1-ാം തീയതി മുതൽ 5-ാം തീയതി അല്ലെങ്കിൽ 7-ാം തീയതി വരെ നിങ്ങൾ മെഡിസിൻസ് എടുക്കേണ്ട കാര്യമില്ല, ഈ പിൽസുകൾ എടുക്കേണ്ട. അതിനുശേഷം വരുന്ന 21 ഡേയ്സ് ഉണ്ടല്ലോ, മെൻസ്ട്രേഷന് ശേഷം വരുന്ന 21 ഡേയ്സിൽ എന്നും എന്ത് ചെയ്യുക? ഈ ഒരു ടാബ്ലറ്റ്സുകൾ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതിൽ ഏതെങ്കിലും ദിവസമൊക്കെ നമ്മൾ എടുക്കാൻ മറന്നു പോയി കഴിഞ്ഞാൽ കോൺട്രസെപ്റ്റീവ് എഫിഷ്യൻസി കുറയുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കുക? 21 ഡേയ്സ് മെൻസ്ട്രൽ സൈക്കിളിൽ 21 ഡേയ്സ് എടുക്കുക, എക്സെപ്റ്റ് ദ മെൻസ്ട്രേഷൻ പീരീഡ്. ഈ ദിവസങ്ങളിൽ എടുക്കേണ്ട, ബാക്കി 21 ദിവസം ഈ ടാബ്ലറ്റ്സുകൾ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് ഇതിൻ്റെ മോഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, നമ്മുടെ ഉള്ളിലേക്ക് എടുക്കേണ്ട ഒരു രീതി. അപ്പോൾ നമുക്കറിയാം ഇത് 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കണം. അപ്പോൾ അതൊരു ഡെഫിനറ്റ്ലി ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യയിലെ സയൻറ്റിസ്റ്റുകൾ ഓക്കെ ഒരു ഓറൽ കോൺട്രസെപ്റ്റീവിനെ ഡെവലപ്പ് ചെയ്യാണ്. ആ ഓറൽ കോൺട്രസെപ്റ്റീവിനെ വിളിക്കുന്ന പേരാണ് മക്കളെ സഹേലി എന്ന് പറയും. ഈ സഹേലി ആരാണ് ഡെവലപ്പ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സയൻറ്റിസ്റ്റുകളാണ്. ഇത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്ത സ്ഥലം? ലക്നൌവിലെ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സയൻറ്റിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഓറൽ കോൺട്രസെപ്റ്റീവ് ആണ് ഇത് സഹേലി. അവിടെ നിങ്ങൾക്ക് കാണാം സഹേലി എന്ന് പറയുന്ന ടാബ്ലറ്റ്സ്. ഓക്കെ, ഈ സഹേലിൻ്റെ മെച്ചം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോൺ സ്റ്റിറോയിഡൽ പ്രിപ്പറേഷൻ ആണ്. അതായത് യൂഷ്വലി മരുന്നുകളിലൊക്കെ ഉള്ള ഒരു മേജർ കണ്ടന്റ് ആണ് സ്റ്റിറോയിഡ്. ഓക്കെ, സ്റ്റിറോയിഡുകൾ ഇല്ലാത്തൊരു മരുന്നാണ് ആര്? സഹേലി എന്ന് പറയുന്ന ഈ ഒരു മെഡിസിൻ. ഓക്കെ, അപ്പോൾ ഇതൊരു നോൺ സ്റ്റിറോയിഡൽ പ്രിപ്പറേഷൻ ആണ്. വൺസ് ഇൻ എ വീക്ക് പില്ലാണ്, ആഴ്ചയിൽ ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ചാൽ മതി. ആര്? നമ്മുടെ സഹേലി എന്ന് പറയുന്ന ആള്. വെരി ഫ്യൂ സൈഡ് ഇഫക്റ്റ് ആണ്, വളരെ കുറച്ച് സൈഡ് ഇഫക്റ്റ് ആർക്കുള്ളൂ? ഈ സഹേലിക്കുള്ളൂ. ദെൻ ഹൈ കോൺട്രസെപ്റ്റീവ് വാല്യൂ ആണ്. എന്താ ഹൈ കോൺട്രസെപ്റ്റീവ് വാല്യൂ? ഗർഭം നിരോധിക്കാനുള്ള കപ്പാസിറ്റി കൂടുതലാണ് എന്നുള്ളതാണ്. ഇതൊക്കെയാണ് സഹേലി എന്ന് പറയുന്ന മെഡിസിൻ്റെ മെച്ചം. ഓക്കെ അല്ലേ? ഇനി നമുക്ക് അടുത്ത ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡാണ് ഇൻജെക്റ്റബിൾ ആൻഡ് ഇംപ്ലാന്റ്സ് എന്ന് പറയും. ഓക്കെ, ഈ സാധനം എങ്ങനെയാണ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടേക്കൺ അണ്ടർ ദ സ്കിന്നാണ്. നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലാണ് എന്തെടുക്കുക? ഈ ഇൻജെക്റ്റബിൾ ആൻഡ് ഇംപ്ലാന്റ്സ് എന്ന് പറയുന്ന സാധനം എടുക്കുക. ടേക്കൺ അണ്ടർ ദ സ്കിൻ. ഓക്കെ, അവിടെ നിങ്ങൾക്ക് കാണാം ഇതാണ് ഇംപ്ലാന്റ്സ് എന്ന് പറയുന്ന സാധനം. ഈ ഇംപ്ലാന്റ്സ് എന്ന് പറയുന്ന സാധനം നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ഇൻജെക്ഷൻ എന്ന് പറഞ്ഞാൽ ഹോർമോണൽ ഇൻജെക്ഷൻ നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലേക്ക് എടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു സാധനം നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ നിന്നും ഹോർമോണുകൾ റിലീസ് ചെയ്യും. ഓക്കെ, ഏത് ഹോർമോണുകളാണ് റിലീസ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊജസ്റ്റോജൻ ഹോർമോൺ അല്ലെങ്കിൽ ഈസ്ട്രജൻ പ്രൊജസ്റ്റോജൻ ഹോർമോണുകളാണ് റിലീസ് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണോ നേരത്തെ പറഞ്ഞ ഓറൽ കോൺട്രസെപ്റ്റീവ് പ്രഗ്നൻസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഇൻജെക്ഷനും ഇംപ്ലാന്റ്സും പ്രഗ്നൻസിനെ പ്രിവെൻറ്റ് ചെയ്യുക. പക്ഷേ ഇതിനൊരു മെച്ചം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഫക്റ്റീവ് പീരീഡ്സ് ആർ മച്ച് ലോങ്ങർ ആണ്. ഓക്കെ, ഇതിന് ഒരു 3 മാസമൊക്കെ നമുക്ക് എന്ത് കിട്ടും? ലൈഫ് കിട്ടും. അതായത് ഇപ്പോൾ നമ്മൾ ഗർഭം നിരോധിക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോയിക്കാണ്ട് ഹോർമോണൽ ഇഞ്ചക്ഷൻ നമ്മുടെ സ്കിന്നിൻ്റെ അടിയിലെടുക്കാം. 3 മാസത്തേക്ക് ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ മതിയാവും. അതിനുശേഷം പിന്നെ നെക്സ്റ്റ് 3 മന്തിലേക്ക് പോയിക്കാണ്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കുക. അതായത് ഇതിൻ്റെ ഇഫക്റ്റീവ് പീരീഡ് എന്താണ്? മച്ച് ലോങ്ങർ ആണ് എന്നുള്ളതാണ്
ഇൻജക്റ്റബിൾ ആൻഡ് ഇംപ്ലാന്റ്സ് എന്ന് പറയുന്ന ഓറൽ കോൺട്രസെപ്റ്റീവ്സിൻ്റെ മെച്ചം. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് നെക്സ്റ്റ് കോൺട്രസെപ്റ്റീവ് മെത്തേഡാണ് സർജിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്ന് പറയും. ഓക്കെ അല്ലേ? ഈ ഒരു മെത്തേഡ് നമ്മൾ യൂഷ്വലി ചെയ്യാം ആസ് എ ടെർമിനേഷൻ മെത്തേഡ് ഓഫ് പ്രഗ്നൻസിയാണ്. ആസ് എ ടെർമിനേഷൻ മെത്തേഡ് ഓഫ് പ്രഗ്നൻസിയാണ്. ടെർമിനേഷൻ മെത്തേഡ് ഓഫ് പ്രഗ്നൻസിയാണ്. ഓക്കെ, ഇനി ഒരിക്കലും പ്രഗ്നൻസി വേണ്ട എന്ന് ഒരു കപ്പിൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവർ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഏത്? ഈ സർജിക്കൽ മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്ന് പറയും. ഈ മെത്തേഡ് എങ്ങനെയാണ് പ്രഗ്നൻസിയിൽ നിന്നും പ്രൊട്ടക്ഷൻ തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് പ്രിവെൻറ്റ് ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗ്യാമീറ്റ് ആണ്. ഇറ്റ് പ്രിവെൻറ്റ് ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗ്യാമീറ്റ്. ഗ്യാമേറ്റുകളുടെ ട്രാൻസ്പോർട്ടേഷൻ എന്ത് ചെയ്യാണ് ചെയ്യുക? പ്രിവെൻറ്റ് ചെയ്യാണ് ചെയ്യുക. ഗ്യാമേറ്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? സ്പേമിൻ്റെയും എഗ്ഗിൻ്റെയും ട്രാൻസ്പോർട്ടേഷനെ പ്രിവെൻറ്റ് ചെയ്യാണ് ചെയ്യുക. ഏത് മെത്തേഡ്? ഈ സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ സർജിക്കൽ മെത്തേഡ് എന്ന് പറയും. ഈ സർജിക്കൽ മെത്തേഡ് മെയിലിനും അവൈലബിൾ ആണ്, ഫീമെയിലിനും അവൈലബിൾ ആണ്. മെയിലിൻ്റെ സ്റ്റെറിലൈസേഷൻ മെത്തേഡിനെ നമ്മൾ വാസെക്ടോമി എന്നാണ് വിളിക്കുക. വാസെക്ടോമി എന്നാണ് വിളിക്കുക. ഫീമെയിലിൻ്റെ സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയറിനെ നമ്മൾ ട്യൂബെക്ടോമി എന്ന് പറയും. ട്യൂബെക്ടോമി എന്നാണ് പറയുക. ഇതാണ് രണ്ട് ടൈപ്പ് സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ. ആദ്യം നമുക്ക് എന്താണ് വാസെക്ടോമി എന്ന് നോക്കാം. വാസെക്ടോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇതെങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ നമുക്കറിയാം സ്ക്രോട്ടൽ സാക്ക് ഉണ്ടാവും അല്ലേ? ഇതാണ് നമ്മുടെ ടെസ്റ്റിസ് എന്ന് നമ്മൾ വിചാരിക്കുക. ഇതാണ് നമ്മുടെ സ്ക്രോട്ടം അല്ലേ? ഇവിടെ എന്തുണ്ടാകും? ടെസ്റ്റിസ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതാണ് സ്ക്രോട്ടൽ സാക്ക് എന്ന് നിങ്ങളിങ്ങനെ വിചാരിച്ചോ. എങ്ങനെയാണ് ഈ വാസെക്ടോമി ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ക്രോട്ടത്തിൽ ചെറിയ ഒരു ഇൻസിഷൻ ഉണ്ടാക്കും, ചെറിയൊരു മുറിവുണ്ടാക്കും. സ്ക്രോട്ടത്തിൽ ചെറിയ ഒരു മുറിവുണ്ടാക്കിയതിന് ശേഷം ഓക്കെ, ഈ വാസ് ഡിഫറൻസ് ഉണ്ടല്ലോ, ഇതാണ് വാസ് ഡിഫറൻസ് എന്ന് പറയുന്ന ട്യൂബാണിത്. ഓക്കെ, മസിൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ട്യൂബാണ്. ഇവരാണ് ടെസ്റ്റിസ് എന്ന് സ്പേമിനെ എങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? യുറീത്രയിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്ക്രോട്ടത്തിൽ ചെറിയ ഒരു മുറിവുണ്ടാക്കും അല്ലേ? സ്ക്രോട്ടത്തിൽ ചെറിയൊരു മുറിവുണ്ടാക്കും. എന്നിട്ടുണ്ടല്ലോ ഈ സ്ക്രോട്ടത്തിൽ നിന്ന് വരുന്ന ഈ വാസ് ഡിഫറൻസിനെ നമ്മൾ എന്ത് ചെയ്യും? കട്ട് ചെയ്യും. ഓക്കെ അല്ലേ? സ്ക്രോട്ടത്തിലൂടെ നമ്മൾ വാസ് ഡിഫറൻസിനെ കട്ട് ചെയ്യും. കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു സ്മോൾ പാർട്ട് റിമൂവ് ചെയ്യും. സ്മോൾ പാർട്ട് റിമൂവ് ചെയ്യും. എന്നിട്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യും? അതിനെ സീല് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ രണ്ട് വാസ് ഡിഫറൻസ് നമ്മൾ കട്ട് ചെയ്തുകാണ്ട് ഒരു സ്മോൾ പാർട്ട് റിമൂവ് ചെയ്തുകാണ്ട് അവിടെ സീല് ചെയ്ത് വെക്കുന്ന ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? വാസെക്ടോമി എന്നാണ് വിളിക്കുക. അപ്പോൾ എങ്ങനെയാണ് വാസെക്ടോമി ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ സ്മോൾ ഇൻസിഷൻ ഈസ് മെയ്ഡ് ഇൻ ദ സ്ക്രോട്ടം. സ്ക്രോട്ടത്തിൽ ഒരു ചെറിയ മുറിവുണ്ടാക്കുന്നു. അതിനുശേഷം നമ്മൾ വാസ് ഡിഫറൻസ് കട്ട് ചെയ്യുന്നു, ഒരു പാർട്ട് റിമൂവ് ചെയ്യുന്നു, അവിടെ സീൽ ചെയ്ത് വെക്കുന്ന ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ വാസെക്ടോമി എന്നാണ് വിളിക്കുക. അപ്പോൾ ഈ വാസെക്ടോമി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കോ, ഈ സ്പേമിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഇവിടെ ബ്ലോക്ക് ചെയ്തില്ലേ? അങ്ങനെ സ്പേമിൻ്റെ ട്രാൻസ്പോർട്ടേഷനെ ബ്ലോക്ക് ചെയ്തിട്ട് പ്രഗ്നൻസിയിൽ നിന്നും പ്രൊട്ടക്ഷൻ തരുന്ന ഈ ഒരു മെത്തേഡാണ് ഇത് വാസെക്ടോമി എന്ന് പറയുന്ന മെത്തേഡ്. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് ട്യൂബെക്ടോമിയാണ്. ട്യൂബെക്ടോമി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ ഇൻ ഫീമെയിൽ ആണ്. ഫീമെയിലിൽ നടത്തുന്ന സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ ആണ് ഇത് ട്യൂബെക്ടോമി എന്ന് പറയുന്ന ഈ ഒരു മെത്തേഡ്. ഈ ട്യൂബെക്ടോമി എങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫീമെയിലിൻ്റെ അബ്ഡോമൻ്റെ ഇതാണ് ഫീമെയിലിൻ്റെ അബ്ഡോമൻ എന്ന് നിങ്ങളിങ്ങനെ വിചാരിച്ചോ. ഈ അബ്ഡോമനിൽ നമ്മൾ ചെറിയ ഒരു മുറിവുണ്ടാക്കും. എ സ്മോൾ ഇൻസിഷൻ ഈസ് മെയ്ഡ് ഇൻ ദ അബ്ഡോമനിൽ ചെറിയൊരു മുറിവുണ്ടാക്കിയാണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഫലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്യും. കട്ട് ചെയ്തതിന് ശേഷം ഒരു പാർട്ട് റിമൂവ് ചെയ്യും. എന്നിട്ട് ഫലോപ്പിയൻ ട്യൂബ് അവിടെ എന്ത് ചെയ്യും? ടൈ ചെയ്ത് വെക്കുന്ന ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ട്യൂബെക്ടോമി എന്ന് വിളിക്കുക. അല്ലെങ്കിൽ വെജൈനയിലൂടെ നമ്മൾ പോയിങ്ങാണ്ട് ആരെ കട്ട് ചെയ്യും? ഫലോപ്പിയൻ ട്യൂബിനെ കട്ട് ചെയ്യും. ഈ ഒരു മെത്തേഡാണ് ട്യൂബെക്ടോമി. അപ്പോൾ ട്യൂബെക്ടോമി ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് റിലീസ് ചെയ്യുന്ന എഗ്ഗും സ്പേമും തമ്മിൽ, ഇതിലേക്ക് എത്തുന്ന സ്പേമും തമ്മിൽ എന്ത് ചെയ്യില്ല? മീറ്റ് ചെയ്യില്ല. ഗ്യാമേറ്റുകളുടെ ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ അവിടെ എന്ത് ചെയ്യും? ബ്ലോക്ക് ചെയ്യും. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ട്യൂബെക്ടോമി. അപ്പോൾ ട്യൂബെക്ടോമി എങ്ങനെ ചെയ്യുക? എ സ്മോൾ ഇൻസിഷൻ ഈസ് മെയ്ഡ് ഇൻ ദ അബ്ഡോമൻ or through the vagina, fallopian tube is cut and tied up അല്ലേ? ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ട്യൂബെക്ടോമി എന്ന് വിളിക്കുക. ഈ ഒരു മെത്തേഡിന് ഒരു പ്രശ്നമുണ്ട്. റിവേഴ്സിബിലിറ്റി ഈസ് വെരി പുവർ ആണ്. റിവേഴ്സിബിലിറ്റി ഈസ് പുവർ ആണ്. അതായത് ഇത് ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കുട്ടികൾ ഇത് പഴയ പോലെ തിരിച്ചാക്കിക്കാണ്ട് വീണ്ടും കുട്ടികൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നുള്ളതാണ്. സോ ദാറ്റ്സ് വൈ റിവേഴ്സിബിലിറ്റി ഈസ് പുവർ ആണ് ഏത് കേസിൽ? ഈ വാസെക്ടോമിൻ്റെയും ട്യൂബെക്ടോമിൻ്റെയും കേസ്. ഓക്കെ,
ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് ഇഫക്റ്റ് ഓഫ് ദ യൂസേജ് ഓഫ് കോൺട്രസെപ്റ്റീവ് മെത്തേഡാണ്. കോൺട്രസെപ്റ്റീവ് മെത്തേഡുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സൈഡ് ഇഫക്റ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമതൊരു സൈഡ് ഇഫക്റ്റ് ആണ് നോസിയ. എന്താ നോസിയ എന്ന് പറഞ്ഞാൽ ഓക്കാനം, ടെൻഡൻസി ടു വൊമിറ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓറൽ കോൺട്രസെപ്റ്റീവ്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ടെൻഡൻസി ടു വൊമിറ്റ്, നോസിയ ഉണ്ടാകും. ഓക്കെ, ദെൻ ചില ആൾക്കാർക്ക് അബ്ഡോമിനൽ പെയിൻ ഉണ്ടാകും, വയറുവേദന ഉണ്ടാകും. ബ്രേക്ക് ത്രൂ ബ്ലീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഇടയിൽ, ഒന്നാമത്തെ മെൻസ്ട്രൽ സൈക്കിളിലെ രണ്ടാമത്തെ മെൻസ്ട്രൽ സൈക്കിളും ഇടയിലുള്ള സമയമുണ്ടല്ലോ, ആ സമയത്ത് സ്പോട്ടിങ് കാണും. സ്പോട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡൊക്കെ വരും. ഓക്കെ, സ്പോട്ടിങ് എന്ന് പറഞ്ഞാൽ ബ്ലഡിൻ്റെ ഡ്രോപ്ലെറ്റ്സുകളൊക്കെ വെജൈനയിലൂടെ വരുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. അതിനെയാണ് നമ്മൾ ബ്രേക്ക് ത്രൂ ബ്ലീഡിങ് എന്ന് വിളിക്കുക. ഇനി അടുത്തതാണ് ഇറഗുലർ മെൻസ്ട്രൽ ബ്ലീഡിങ്. മെൻസ്ട്രൽ സൈക്കിളൊക്കെ ഇറഗുലർ ആയി പോകും. ഓക്കെ, അടുത്തൊരു പ്രോബ്ലമാണ് ബ്രസ്റ്റ് ക്യാൻസർ. ഓക്കെ, നമ്മൾ കോൺട്രസെപ്റ്റീവ്സുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഇറ്റ്സ് നോട്ട് വെരി സിഗ്നിഫിക്കൻറ്റ്, എല്ലാവർക്കും ഒന്നും ഉണ്ടാവില്ല, പക്ഷേ ഇത് ഉണ്ടാകാനുള്ള സാധ്യത പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ വേണ്ടി പറ്റൂല. ഷുഡ് നോട്ട് ബി ടോട്ടലി ഇഗ്നോർഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന സൈഡ് ഇഫക്റ്റുകൾ. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് എമർജൻസി കോൺട്രസെപ്റ്റീവ് മെത്തേഡാണ്. എമർജൻസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഗർഭം നിരോധിക്കാൻ വേണ്ടി പറ്റുക എന്നുള്ളത് ഒരു സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം. ഒരു എക്സാമ്പിൾ പറയാണ്. ഒരു പെൺകുട്ടി റേപ്പിന് വിധേയമായി എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു കാഷ്വൽ അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് കോൺട്രസെപ്റ്റീവ്സുകളൊന്നും ഉപയോഗിക്കാതെ ഒരു അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി റേപ്പിന് വിധേയമായി എന്ന് വിചാരിക്കുക. ആ പെൺകുട്ടിക്ക് എമർജൻസി ആയിട്ട് നമുക്ക് എങ്ങനെയാണ് ഗർഭം നിരോധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിത്തിൻ 72 hours, അതായത് സെക്ഷൽ ഇൻ്റർകോഴ്സ് നടന്ന് വിത്തിൻ 72 hours നമ്മൾ എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു IUDസിനെ നമ്മൾ യൂട്രസിലേക്ക് ഇംപ്ലാന്റ് ചെയ്ത് വെക്കും. ഓക്കെ അല്ലേ? ഏതെങ്കിലും ഒരു IUDസിനെ യൂട്രസിലേക്ക് ഇംപ്ലാന്റ് ചെയ്യും, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിങ്ങാണ്ട് നമ്മൾ എന്തെടുക്കും? പ്രൊജസ്റ്റോജൻ ഇഞ്ചക്ഷൻ എടുക്കും, അല്ലെങ്കിൽ പ്രൊജസ്റ്റോജൻ ഈസ്ട്രോജൻ ഇഞ്ചക്ഷൻ 72 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മുടെ ബോഡിയിലേക്ക് എടുക്കുന്ന ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എമർജൻസി കോൺട്രസെപ്റ്റീവ് മെത്തേഡ് എന്ന് വിളിക്കുക. നമുക്ക് അടിയന്തരമായിട്ട് ഗർഭം നിരോധിക്കാനുള്ള ഈ ഒരു മെത്തേഡാണിത്. ഓക്കെ, യൂഷ്വലി ആർക്കാ ചെയ്യുക? റേപ്പിന് വിധേയമായ ആൾക്കാർ, കാഷ്വൽ അൺപ്രൊട്ടക്റ്റഡ് ഇൻ്റർകോഴ്സ് ചെയ്യുന്ന ആൾക്കാരാണ് എമർജൻസി കോൺട്രസെപ്റ്റീവ് മെത്തേഡിനെ അഡോപ്റ്റ് ചെയ്യുക. ഓക്കെ, അവരാണ് ഈ ഒരു മെത്തേഡ് യൂഷ്വലി ചെയ്യുക. ഓക്കെ അല്ലേ? യെസ്. ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് MTP ആണ്. യൂഷ്വലി എക്സ്പാൻഡ് ദ ടേം MTP എന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ കാണാം. MTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇൻഡ്യൂസ്ഡ് അബോർഷൻ എന്ന് പറയും. ഓക്കെ, അബോർട്ട് ചെയ്യുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, അബോർഷന് വിധേയമായി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ആ അബോർഷനെ മെഡിക്കലിൽ വിളിക്കുന്ന ടേമാണ് MTP എന്ന് പറയും, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി. എന്താണ് ഇതിൻ്റെ ഡെഫിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ വോളണ്ടറി ഓർ ഇന്റൻഷണൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ബിഫോർ ഫുൾ ടേം. ഒരു പ്രഗ്നൻസി ഫുൾ ടേം ആകുന്നതിന് മുന്നേ, ഒരു പ്രഗ്നൻസിൻ്റെ ഫുൾ ടേം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 9 months ആണ് അല്ലേ? അപ്പോൾ ഒരു പ്രഗ്നൻസി 9 മാസം കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ആ പ്രഗ്നൻസിനെ എന്ത് ചെയ്യാണ്? നമ്മൾ അറിഞ്ഞുകൊണ്ട് അല്ലേ? വളണ്ടറി, ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അറിഞ്ഞുകൊണ്ട്, നമ്മുടെ സ്വന്തം ഇഷ്ടം, വളണ്ടറി, നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു പ്രഗ്നൻസി ഫുൾ ടേം എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ ആ പ്രഗ്നൻസിയെ ഇല്ലാതാക്കുന്ന ഈ ഒരു അവസ്ഥക്കാണ് നമ്മൾ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ഇനി ഒരു പോയിന്റ് ശ്രദ്ധിച്ചോ. 45 to 50 million MTPs ആർ പെർഫോംഡ് ത്രൂ ഔട്ട് ദ വേൾഡ് ഇൻ 1 year ആണ്. ഒരു വർഷത്തിൽ ഈ വേൾഡിൽ മൊത്തം 45 മുതൽ 50 million MTPs ആണ് ഒരു വർഷം ഈ വേൾഡിൽ മൊത്തം ചെയ്യുന്നത്. ദാറ്റ് വിൽ കം 1/5 ഓഫ് ദ ടോട്ടൽ പ്രഗ്നൻസീസ്. നമ്മുടെ ടോട്ടൽ കൺസീവ് ചെയ്ത പ്രഗ്നൻസിൻ്റെ 1/5 വരും. അതായത് 5 ആൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ വേൾഡ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം അതിൽ ഒരാൾ അബോർഷൻ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ഡെഫിനറ്റ്ലി MTP വേൾഡ് പോപ്പുലേഷൻ കുറയ്ക്കും, പക്ഷേ ഇതിൻ്റെ മെയിൻ ഉദ്ദേശം വേൾഡ് പോപ്പുലേഷൻ കുറയ്ക്കുക എന്നുള്ളതല്ല MTPൻ്റെ. ഓക്കെ അല്ലേ? ഇനി എല്ലാ കൺട്രീസിലും MTP ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാണ് അർത്ഥം. ഓക്കെ, മെനി കൺട്രീസ് ഹാവിൻ കംപ്ലീറ്റ്ലി ലീഗലൈസ്ഡ് MTP. മെനി കൺട്രീസ് ഇതുവരെ MTP ചെയ്യുന്നത് ലീഗലൈസ് ചെയ്തിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്തിക്കൽ, ഇമോഷണൽ,
റിലീജിയസ് ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ്. ധാർമ്മികപരമായിട്ടുള്ള, മാനസികപരമായിട്ടുള്ള, അല്ലേ, മതപരമായിട്ടുള്ള സോഷ്യൽ ഇഷ്യൂസ്, ഇതൊക്കെയാണ് MTP ലീഗലൈസ് ചെയ്യാതിരിക്കാനുള്ള കാരണം. ഇനി ഇന്ത്യയിൽ നമുക്ക് MTP ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നമുക്ക് MTP ചെയ്യാം. 1971 മുതൽ ഇന്ത്യയിൽ MTP ചെയ്യുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്? ലീഗലൈസ്ഡ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ. ഓക്കെ, ഇനി എപ്പോഴൊക്കെയാണ് നമുക്ക് MTP ചെയ്യാൻ വേണ്ടി പറ്റുക? വെൻ ടു പെർഫോം MTP. എല്ലാ സമയത്തും നമുക്ക് MTP ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എപ്പോഴൊക്കെയാണ് നമുക്ക് MTP ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ നിയമം നമ്മൾ അനുവദിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ശ്രദ്ധിച്ചോ, ഒന്നാമത്തെ ഒരു കണ്ടീഷനാണ് ടു അവോയ്ഡ് അൺവാണ്ടഡ് പ്രഗ്നൻസീസ്. നമുക്ക് ആവശ്യമില്ലാത്ത പ്രഗ്നൻസികൾ ഒഴിവാക്കാൻ. ഓക്കെ, എപ്പോഴൊക്കെയാണ് നമുക്ക് ആവശ്യമില്ലാത്ത പ്രഗ്നൻസികൾ ഉണ്ടാവുക? ഒന്ന്, റേപ്പിന് വിധേയമായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത പ്രഗ്നൻസികൾ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം? MTP ചെയ്യാം. രണ്ടാമത്തത് കാഷ്വൽ അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇൻ്റർകോഴ്സ് ആണ്. കാഷ്വൽ അൺപ്രൊട്ടക്റ്റഡ്, അല്ലേ, കാഷ്വൽ ആയിട്ട് നമ്മൾ IUDസോ കോണ്ടമോ ഒന്നും ഉപയോഗിക്കാതെ സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്തു എന്ന് വിചാരിക്കുക. പ്രഗ്നൻ്റ് ആയി ആ കപ്പിളിനും എന്ത് ചെയ്യാം? ഇന്ത്യയിൽ MTP ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ഫെയിലിയർ ഓഫ് കോൺട്രസെപ്ഷൻ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, നമ്മൾ ഒരു കോൺട്രസെപ്റ്റീവ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്തു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ IUD, നമ്മുടെ ഫീമെയിൽ ബോഡീൻ്റെ യൂട്രസിനുള്ളിൽ IUD ഉണ്ട്. എന്നിട്ടും IUD ഉപയോഗിച്ചിട്ടും ആ ഫീമെയിൽ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഇന്ത്യയിലെ നിയമപ്രകാരം അവർക്ക് എന്ത് ചെയ്യാം? MTP ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത പ്രഗ്നൻസികളെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? MTP ചെയ്യുക. എപ്പോഴൊക്കെയാണ് ആവശ്യമില്ലാത്ത പ്രഗ്നൻസികൾ ഉണ്ടാവുക? റേപ്പ് വഴി ഉണ്ടാകും, അല്ലേ, ദെൻ കാഷ്വൽ അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ ഇൻ്റർകോഴ്സ് വഴി ഉണ്ടാകും, പിന്നെ ഫെയിലിയർ ഓഫ് കോൺട്രസെപ്ഷൻ, അല്ലേ, നമ്മുടെ കോൺട്രസെപ്റ്റീവുകൾ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ. ഓക്കെ, ഈ കേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? MTP ചെയ്യാം. രണ്ടാമത്തത് കണ്ടിന്യൂഷൻ ഓഫ് പ്രഗ്നൻസി മേ ഹാംഫുൾ ടു മദർ ഓർ ഫീറ്റസ്. ചില കേസിൽ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ മദറിൻ്റെയും ഫീറ്റസിൻ്റെയും ഹെൽത്തിന് ഹാംഫുൾ ആയി കഴിഞ്ഞാൽ ആ സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? MTP ചെയ്യാൻ വേണ്ടി പറ്റുമെന്നതാണ്. ഇനി അടുത്തത് സിവിയർ ഫിസിക്കൽ ആൻഡ് ജെനറ്റിക് ഡിസോർഡർ ഓഫ് ദ ഫീറ്റസ്. ഓക്കെ, അതായത് ജനിക്കാൻ പോകുന്ന കുട്ടിക്ക് ചിലപ്പോൾ സിവിയർ ഫിസിക്കൽ ഡിസോർഡർ ഉണ്ടാകുമെന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? അല്ലെങ്കിൽ ആ കുട്ടിക്ക് ജനിതക രോഗമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? MTP ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ 3 കണ്ടീഷൻസിലാണ് ഇന്ത്യയിലെ നിയമപ്രകാരം നമുക്ക് MTP ചെയ്യാൻ വേണ്ടി പറ്റുക. ഇനി നമുക്ക് നോക്കാം MTP ചെയ്യാൻ ഏറ്റവും സേഫ് എപ്പോഴാണെന്നുള്ളതാണ്. MTP ആർ സേഫ് ഡ്യൂറിങ് ഫസ്റ്റ് ട്രൈമസ്റ്റർ. ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രഗ്നൻസിൻ്റെ ബിഫോർ 3 മന്ത് ആണ്. ഫസ്റ്റ് 3 മന്ത്, ബിഫോർ 3 മന്ത്. ഓക്കെ, പ്രഗ്നൻസിക്ക് നമുക്കറിയാം ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്ന 3 സ്റ്റേജുകളുണ്ട്, അല്ലേ? ആദ്യത്തെ 3 മാസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്തു പോകണം? MTP ചെയ്തു പോകണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നിങ്ങൾ MTP ചെയ്യുന്നത് സെക്കൻഡ് ട്രൈമസ്റ്ററിലൊക്കെ ആണെങ്കിൽ അതെന്താണ്? റിസ്കിയർ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ബെസ്റ്റ് ടൈം ഏതാണ്? ബിഫോർ ഫസ്റ്റ് ട്രൈമസ്റ്റർ ആണ്. ഓക്കെ, ഇനി പ്രോബ്ലംസ് റിലേറ്റഡ് വിത്ത് MTP. നമ്മുടെ നാട്ടിലെ MTPയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമത്തെ ഒരു പ്രോബ്ലം, മെജോറിറ്റി ഓഫ് ദ MTPs ആർ പെർഫോംഡ് ഇല്ലീഗലി ബൈ അൺക്വാളിഫൈഡ് കോക്സ്. അൺക്വാളിഫൈഡ് കോക്സ് എന്ന് പറഞ്ഞാൽ മുറി വൈദ്യന്മാർ എന്നാണ് അർത്ഥം. നമ്മുടെ നാട്ടിലെ MTP യൂഷ്വലി ചെയ്യുന്നത് എന്താ? ക്വാളിഫൈ ആകാത്ത വൈദ്യന്മാരൊക്കെയാണ്. അതായത് ഗർഭം നിരോധിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? വൈദ്യന്മാരൊക്കെ എടുത്ത് പോയിക്കാണ്ട് പലതരത്തിലുള്ള കഷായങ്ങളൊക്കെ വാങ്ങി കുടിക്കും. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് മദറിൻ്റെയും ഫീറ്റസിൻ്റെയും ഹെൽത്തിനെയൊക്കെ സാരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ നാട്ടിലെ MTPൻ്റെ ഒരു പ്രോബ്ലമാണ് ഇത്. മെജോറിറ്റി ഓഫ് ദ MTPs ആർ പെർഫോംഡ് ബൈ അൺക്വാളിഫൈഡ് കോക്സ്. ഇനി രണ്ടാമത്തെ ഒരു പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആംനിയോസിന്തസിസ് വഴി നമ്മൾ എന്ത് ചെയ്യും? ഫീറ്റസിൻ്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്യും. അങ്ങനെ ഫീറ്റസിൻ്റെ സെക്സ് ഡിറ്റർമൈൻ ചെയ്തതിന് ശേഷം ഫീറ്റസ് ഫീമെയിൽ ആണെങ്കിൽ നമ്മൾ എന്ത് നടത്തും? ഫീമെയിൽ ഫീറ്റിസൈഡ് നടത്തും, അല്ലേ? ഫീമെയിൽ ഫീറ്റിസൈഡ് ചെയ്യും. അപ്പോൾ ഈ ഫീമെയിൽ ഫീറ്റിസൈഡ് ചെയ്യുന്നത് എന്താണ്? ഒരു യങ് മദറിൻ്റെ ശരീരത്തിന് നല്ലതല്ല, അതേപോലെ ഫീറ്റസിൻ്റെയും ഹെൽത്തിനെ അത് സാരമായിട്ട് ബാധിക്കുമെന്നുള്ളതാണ്. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ MTPൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ അല്ലേ? അപ്പോൾ രണ്ടാമത്തെ പ്രോബ്ലം എന്താ ചെയ്യുക? നമ്മൾ MTP നടത്തുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? ആംനിയോസിന്തസിസ് ചെയ്തിട്ട് നമ്മൾ സെക്സ് ഡിറ്റർമൈൻ ചെയ്യും. അങ്ങനെ സെക്സ് ഡിറ്റർമൈൻ ചെയ്തതിന് ശേഷം നമ്മൾ ഫീമെയിൽ ആണെങ്കിൽ ഫീമെയിൽ ഫീറ്റിസൈഡ് ചെയ്യും. ഓക്കെ, ഇത് നമ്മുടെ നാട്ടിലെ ഒരു പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വെറുതെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് MTP ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം പറ്റുക? അത് യങ് മദറിൻ്റെ
ഹെൽത്തിനെ സാരമായിട്ട് ബാധിക്കും, അതേപോലെ തന്നെ ഫീറ്റസിൻ്റെയും ഹെൽത്തിനെ സാരമായിട്ട് ബാധിക്കും. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ MTPയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്നുള്ളതാണ്. ഓക്കെ, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ, ഷോർട്ടായിട്ട് STIs എന്ന് പറയും. സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്നാണ് വിളിക്കുക. എന്താണ് ഈ ഒരു സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദീസ് ആർ ദ ഡിസീസസ് ഓർ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്ഷൽ ഇൻ്റർകോഴ്സ്, അല്ലേ? സെക്ഷൽ ഇൻ്റർകോഴ്സ് വഴി ഒരാളിൽ നിന്നും വേറെ ആളിലേക്ക് അസുഖങ്ങൾ പകരുകയാണെങ്കിൽ ആ ടൈപ്പ് ഡിസീസുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്ന് പറയും. ഓക്കെ, കുറേ ടൈപ്പ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളുണ്ട്. ഈ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന് വേറെയും പേരുകളുണ്ട്. വേറൊരു പേരാണ് വെനറൽ ഡിസീസ് എന്ന് പറയും. വെനറൽ ഡിസീസ്, VD. വേറൊരു പേരും കൂടെ ഉണ്ട്, റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ RTI എന്ന് പറയും. അപ്പോൾ ഇപ്പോൾ തന്നെ 3 പേരുകളായി. ഒന്ന് STI, വേറൊരു പേരാണ് STD, വേറൊരു പേരാണ് വെനറൽ ഡിസീസ്, വേറൊരു പേരാണ് റീപ്രൊഡക്റ്റീവ് ട്രാക്ട് ഇൻഫെക്ഷൻ. അപ്പോൾ എന്താണ് സംഭവം? സെക്ഷൽ ഇൻ്റർകോഴ്സ് വഴി പകരുന്ന അസുഖങ്ങളെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ഒരുപാട് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഗൊണേറിയ, സിഫിലിസ്, ജനൈറ്റൽ ഹെർപ്പിസ്, ക്ലമേഡിയാസിസ്, ജനൈറ്റൽ വാട്സ്, ദെൻ ട്രൈക്കോമോണിയാസിസ്, ഹെപ്പറ്റൈറ്റിസ് B, എയ്ഡ്സ്. ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. ഓക്കെ, അതിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സും അതേപോലെ തന്നെ ജനൈറ്റൽ ഹെർപ്പിസും, ഈ 3 അസുഖങ്ങൾ എന്താണ്? നോട്ട് ക്യൂറബിൾ ആണ്. നോൺ ക്യൂറബിൾ ആണ്. ഓക്കെ, നോൺ ക്യൂറബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ 3 അസുഖങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂല? ചികിത്സിച്ചിട്ട് മാറ്റാൻ വേണ്ടി പറ്റൂല എന്നുള്ളതാണ്. ബാക്കി എല്ലാ അസുഖങ്ങളും ഏർലി സ്റ്റേജിൽ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ്. അപ്പോൾ ക്യൂറബിൾ അല്ലാത്ത, ചികിത്സിച്ച് മാറ്റാൻ കഴിയാത്ത 3 സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളാണ് ഹെപ്പറ്റൈറ്റിസ് B, എയ്ഡ്സ് ആൻഡ് ജനൈറ്റൽ ഹെർപ്പിസ്. ഓക്കെ, അതുകൊണ്ട് ഈ 3 ആളെ നിങ്ങൾ സ്പെഷ്യലായിട്ട് നോട്ട് ചെയ്യണം. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് സിംറ്റംസ് ആണ്, രോഗലക്ഷണങ്ങൾ. ഈ STD വന്നു എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുക എന്നുള്ളതാണ്. ഏർലി സിംറ്റംസ് ആണ് പറയുന്നത്. ഏർലി സിംറ്റംസ് ഒക്കെ യൂഷ്വലി മൈനർ ആണ്, അത്ര എക്സ്പ്രസീവ് അല്ല. മൈനർ സിംറ്റംസ് ആണ് ഉണ്ടാവുക. എന്തൊക്കെയാണ് സിംറ്റംസ്? ഒന്ന് ഇച്ചിങ് ആണ്, ചൊറിച്ചിലാണ്. രണ്ടാമത്തത് ഫ്ലൂയിഡ് ഡിസ്ചാർജ് ആണ്, അതായത് ജനൈറ്റൽ ഓർഗനിൽ നിന്നും ഫ്ലൂയിഡുകൾ ഇങ്ങനെ പുറത്തേക്ക് വരിക. ദെൻ സ്ലൈറ്റ് പെയിൻ, ചെറിയ വേദന ഉണ്ടാകും, സ്വെല്ലിംഗ് ഉണ്ടാകും, നീർക്കെട്ട് ഉണ്ടാകും. എവിടെ ഉണ്ടാവുക? ജനൈറ്റൽ റീജിയനിൽ, നമ്മുടെ ജനൈറ്റൽ ഓർഗനിന് ചുറ്റും ഇച്ചിങ്, ഫ്ലൂയിഡ് ഡിസ്ചാർജ്, സ്ലൈറ്റ് പെയിൻ, സ്വെല്ലിംഗ്, ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്കൊരു സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇനി യൂഷ്വലി ഫീമെയിൽസിനാണ് STD വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് സിംറ്റമാറ്റിക് ആണ്. ഫീമെയിൽസ് അതിങ്ങനെ സിംറ്റംസ് ഒന്നും കാണിക്കില്ല. അങ്ങനെ സിംറ്റംസ് കാണിക്കാത്തത് കൊണ്ട് ഇവരുടെ ശരീരത്തിൽ ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകൾ അൺഡിറ്റക്റ്റ് ചെയ്തുകൊണ്ട് കുറേ കാലം കിടക്കുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ട് അതിനെ ട്രീറ്റ് ചെയ്തില്ല എങ്കിൽ അത് പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് ലീഡ് ചെയ്യും. ഒന്നുകൂടെ പറയാം, ഫീമെയിൽസിൽ ഇതെന്താണ്? സിംറ്റമാറ്റിക് ആണ്, സിംറ്റംസ് ഒന്നും കാണിക്കില്ല. അതുകൊണ്ട് തന്നെ അത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഡിറ്റക്ട് ചെയ്യാത്തത് കൊണ്ട് അവരുടെ ശരീരത്തിൽ ഈ അസുഖം നിന്ന് കഴിഞ്ഞാൽ പലതരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കും. എന്തൊക്കെ കോംപ്ലിക്കേഷൻസ് ആണ് നോക്കാം. ഒന്നാമത്തതാണ് പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ്. പെൽവിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം റീപ്രൊഡക്റ്റീവ് ഓർഗൻ നിൽക്കുന്നത് ഇടുപ്പ് എന്ന് പറയുന്ന ഭാഗത്തിലെ പെൽവിസ് റീജിയനിലാണ്. ആ പെൽവിസിൽ മൊത്തം എന്തുണ്ടാകും? ഇൻഫ്ലമേഷനും നീർക്കെട്ടും ഉണ്ടാകും. ആ അസുഖത്തിനെ നമ്മൾ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് എന്ന് വിളിക്കുക. രണ്ടാമത്തതാണ് അബോർഷൻ, അല്ലേ? എന്താണ് അബോർഷൻ? നേരത്തെ പറഞ്ഞു അല്ലേ? അബോർഷനിലേക്ക് നയിക്കും ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഫീമെയിൽസിൽ ഉണ്ടെങ്കിൽ. ഓക്കെ, ദെൻ അടുത്തത് സ്റ്റിൽ ബർത്ത് ആണ്. സ്റ്റിൽ ബർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച കുട്ടീനെ പ്രസവിക്കും. ഓക്കെ, അടുത്തതാണ് എക്ടോപിക് പ്രഗ്നൻസി അല്ലെങ്കിൽ ട്യൂബുലാർ പ്രഗ്നൻസി. നമുക്കറിയാം യൂഷ്വലി പ്രഗ്നൻസി സംഭവിക്കുക എവിടെയാണ്? യൂട്രസിൻ്റെ ഉള്ളിലാണ് ബ്ലാസ്റ്റോസിസ്റ്റ് വന്നുകാണ്ട് പറ്റി പിടിച്ചുകാണ്ട് ഒരു കുട്ടിയായിട്ട് വളരുക. അപ്പോൾ നമുക്ക് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ഉണ്ടെങ്കിൽ ഈ ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലൊക്കെ സൈഗോട്ട് പറ്റിപ്പിടിച്ച് വളർന്നുകാണ്ട് ഈ ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിൽ പ്രഗ്നൻസി സംഭവിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലൊക്കെ പ്രഗ്നൻസി സംഭവിക്കുന്ന ഈ ഒരു അവസ്ഥക്കാണ് നമ്മൾ ട്യൂബുലാർ പ്രഗ്നൻസി എന്ന് വിളിക്കുക. ഇതൊക്കെ STD ഉണ്ടായിക്കഴിഞ്ഞാൽ ഫീമെയിൽസിൽ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ആണ്. അടുത്തതാണ് ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത, കുട്ടികളില്ലാത്തൊരവസ്ഥയിലേക്ക് നയിക്കുമെന്നുള്ളതാണ്. ദെൻ അടുത്തത് ക്യാൻസർ ടു ദ റീപ്രൊഡക്റ്റീവ് ട്രാക്ട്. റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലൊക്കെ ക്യാൻസർ ഉണ്ടാകും. ആർക്ക്? ഫീമെയിൽസിന്. ഇതൊക്കെയാണ് കോംപ്ലിക്കേഷൻസ് ഫീമെയിൽസിൽ. ഇനി എങ്ങനെയൊക്കെയാണ് ഈ ഹെപ്പറ്റൈറ്റിസും HIV യും
സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ അല്ലേ? ഈ അസുഖങ്ങൾ സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്താതെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സും ഒക്കെ ഒരാളിൽ നിന്നും വേറെ ആളിലേക്ക് പകരും. ഓക്കെ, സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്താതെ തന്നെ പകരുന്ന 2 അസുഖങ്ങളാണ് ഏതൊക്കെ? ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സും. ഇവരെങ്ങനെയാണ് ഒരാളിൽ നിന്നും വേറൊരാളിലേക്ക് പകരുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ ആണ്. അസുഖമുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുകയാണ് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ. ഓക്കെ, അസുഖമുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ ഈ അസുഖം നമ്മളിലേക്ക് എത്തും. ഓക്കെ അല്ലേ? ഷെയറിങ് ഇഞ്ചക്ഷൻ നീഡിലാണ്. അസുഖമുള്ള ആൾക്കാർ ഉപയോഗിച്ചിട്ടുള്ള നീഡിൽ നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സും ഒക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തും. അതേപോലെ തന്നെ ഷെയറിങ് സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, അതായത് ഈ അസുഖമുള്ള ആൾക്കാർ, എയ്ഡ്സും ഹെപ്പറ്റൈറ്റിസും പോലത്തെ അസുഖമുള്ള ആൾക്കാരെ ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള അതേ ഇൻസ്ട്രുമെൻ്റ് കൊണ്ട് നമ്മളെയും ഓപ്പറേഷൻ നടത്തണമെന്ന് വിചാരിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സും ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. ഫ്രം ഇൻഫെക്റ്റഡ് മദർ ടു ഫീറ്റസ് ത്രൂ പ്ലാസൻഡ. അസുഖമുള്ള അമ്മയിൽ നിന്നും ഫീറ്റസിലേക്ക് ഏത് വഴി? പ്ലാസൻഡ വഴി ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സും ഒക്കെ വരാം. അപ്പോൾ സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്താതെ തന്നെ പകരുന്ന 2 അസുഖങ്ങളാണ് ഹെപ്പറ്റൈറ്റിസ് ബിയും എയ്ഡ്സും. അപ്പോൾ ഇത് പകരുന്ന രീതികളൊക്കെ പഠിച്ചു വെക്കണം, എക്സാമിന് ചോദിക്കുന്നതാണ്. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് എങ്ങനെയാണ് ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്ണർ. നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരുമായിട്ട് എന്ത് ചെയ്യരുത്? സെക്ഷൽ ഇൻ്റർകോഴ്സ് ചെയ്യരുത്. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അവർ ഒഴിവാക്കുക എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് ഒന്നിൽ കൂടുതൽ സെക്സ് പാർട്ട്നേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു പാർട്ട്ണർക്ക് STD ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എല്ലാവരിലേക്കും എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യും. അപ്പോൾ നമുക്ക് STD പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒന്നാമത്തെ മാർഗം എന്താണ്? അവോയ്ഡ് സെക്സ് വിത്ത് അൺനോൺ പാർട്ട്ണർ ഓർ മൾട്ടിപ്പിൾ പാർട്ട്ണർ. രണ്ടാമത്തതാണ് ആൾവേസ് യൂസ് കോണ്ടം ഡ്യൂറിങ് കോയിറ്റസ്. സെക്ഷൽ ഇൻ്റർകോഴ്സ് നടത്തുന്ന സമയത്ത് എന്ത് ഉപയോഗിക്കുക? കോണ്ടംസ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനി അടുത്തത് ഇൻ കേസ് ഓഫ് ഡൗട്ട് അല്ലേ? ഇനി നമുക്ക് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിൻ്റെ ഏതെങ്കിലും സിംറ്റം നമ്മുടെ ശരീരം കാണിച്ചു എന്ന് വിചാരിക്കുക. എന്തെങ്കിലും നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയിങ്ങാണ്ട് എന്തെടുക്കുക? ട്രീറ്റ്മെൻറ്റ് എടുക്കുക. കാരണം മോസ്റ്റ് ഓഫ് ദ STDs ആർ കംപ്ലീറ്റ്ലി ക്യൂറബിൾ ഇഫ് ഡിറ്റക്റ്റഡ് ഇൻ ദ ഏർലി സ്റ്റേജ് അല്ലേ? അതായത് ഒരുവിധ എല്ലാ STDകളും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? വളരെ പെട്ടെന്ന് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഏർലി സ്റ്റേജിൽ തന്നെ ഡിറ്റക്റ്റ് ചെയ്തുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, വളരെ പെട്ടെന്ന് അതിൽ നിന്നും മോചിതനാകാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ 3 രീതികൾ വഴിയാണ് നമുക്ക് STDസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ അവസാനത്തെ ടോപ്പിക്കാണ് പറയാനുള്ളത്. ഇൻഫെർട്ടിലിറ്റി ആണ്. ഓക്കെ, മലയാളത്തിലെ വന്ധ്യത എന്ന് പറയും. ഓക്കെ, കുട്ടികളില്ലാതിരിക്കുന്ന അവസ്ഥ. അപ്പോൾ എന്താണ് ഇൻഫെർട്ടിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നബിലിറ്റി ഓഫ് എ കപ്പിൾ ടു പ്രൊഡ്യൂസ് ചിൽഡ്രൻ ഈവൺ ആഫ്റ്റർ 2 years ഓഫ് അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ കോഹാബിറ്റേഷൻ ആണ്. അൺപ്രൊട്ടക്റ്റഡ് സെക്ഷൽ കോഹാബിറ്റേഷൻ, അതായത് 2 വർഷത്തെ ലൈംഗിക ജീവിതത്തിന് ശേഷവും ഒരു തരത്തിലുള്ള കോൺട്രസെപ്റ്റീവുകളും ഉപയോഗിക്കാതെ 2 വർഷത്തെ ലൈംഗിക ദാമ്പത്യ ജീവിതത്തിന് ശേഷവും ഒരു കപ്പിളിന് കുട്ടികൾ ഉണ്ടാവണില്ലെങ്കിൽ നമ്മൾ പറയും ആ കപ്പിൾ എന്താണ്? ഇൻഫെർട്ടൈലാണ്, അവർക്ക് വന്ധ്യതയാണ് എന്ന് പറയും. ഓക്കെ, അപ്പം ഇതാണ് ഇൻഫെർട്ടിലിറ്റി. അപ്പോൾ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണം ചിലപ്പോൾ മെയിൽ പാർട്ട്ണർ ആയിരിക്കും, ചിലപ്പോൾ ഫീമെയിൽ പാർട്ട്ണർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ പല കാരണങ്ങളുണ്ട് ഈ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവാൻ. ഒന്നാമത്തെ കാരണമാണ് ഫിസിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന് എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കലി എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് പറ്റുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആക്സിഡൻറ്റ് പറ്റിങ്ങാണ്ട് ടെസ്റ്റിസ് ഡാമേജ് ആവുക, അല്ലെങ്കിൽ ആക്സിഡൻറ്റ് പറ്റിങ്ങാണ്ട് ഫെലോപ്പിയൻ ട്യൂബ് ബ്രേക്ക് ആയി പോവുക. അപ്പോൾ ഫിസിക്കലി എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന് ഉണ്ടെങ്കിൽ നമ്മൾ എന്തായി പോകും? ഇൻഫെർട്ടൈൽ ആയി പോകും എന്നുള്ളതാണ്. അടുത്തതാണ് കോൺജനൈറ്റൽ എന്ന് പറഞ്ഞാൽ ജന്മന തന്നെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് പൂർണ്ണ വളർച്ച എത്താതിരിക്കുക. ഇങ്ങനത്തെ കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായി പോകും? ഇൻഫെർട്ടൈൽ ആയി പോകും. ദെൻ അടുത്തത് ഡിസീസാണ്. നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ വരിക. ഫോർ എക്സാമ്പിൾ യൂട്രസിൻ്റെ ഉള്ളിൽ ക്യാൻസർ വരിക, ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിൽ ക്യാൻസർ വരിക. ഓക്കെ, അങ്ങനെ നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന് ബാധിക്കുന്ന അസുഖങ്ങൾ വഴി നമ്മൾ എന്തായി പോകും? ഇൻഫെർട്ടൈൽ ആയി പോകും. ഡ്രഗ്സുകൾ, നമ്മൾ കുടിക്കുന്ന മരുന്നുകളുടെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് നമ്മൾ എന്തായി പോകും? ഇൻഫെർട്ടൈൽ ആയി പോകും. അടുത്തത് ഇമ്മ്യൂണോളജിക്കലാണ്. ഇമ്മ്യൂണിറ്റി ഒക്കെ കുറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ഇൻഫെർട്ടൈൽ ആയി പോകും. സൈക്കോളജിക്കലാണ്. മാനസികപരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും നമ്മൾ എന്തായി പോകും? ഇൻഫെർട്ടൈൽ ആയി പോകും. അതായത് മാനസികപരമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഹോർമോണൽ ബാലൻസ് ഒക്കെ തെറ്റും, അതും നമ്മുടെ ഇൻഫെർട്ടിലിറ്റിയിലേക്ക് നയിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ്
ഇൻഫെർട്ടിലിറ്റിയുടെ ഉണ്ടാകാനുള്ള റീസൺസ്. ഓക്കെ അല്ലേ? ഇത് ആണിനും വരാം പെണ്ണിനും വരാം. ഇനി നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് ആണ്. ഷോർട്ടായിട്ട് നമ്മൾ ആർട്ട് എന്ന് വിളിക്കും. അതായത് ഒരു ആൾക്ക് ഇൻഫെർട്ടിലിറ്റി ഉണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? അയാളുടെ ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസിനെ കറക്റ്റ് ചെയ്യുന്ന മെത്തേഡുകളെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണെന്ത്? അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്. ദീസ് ആർ ദ ടെക്നോളജീസ് യൂസ്ഡ് ടു കറക്റ്റ് ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലം. ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസിനെ കറക്റ്റ് ചെയ്യുന്ന ടെക്നോളജികളെ ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ആർട്ട് എന്ന് പറയും. അപ്പോൾ കുട്ടികളില്ലാത്ത ആൾക്കാർക്ക് കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കുന്ന കുറച്ച് മെത്തേഡുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ 4 മെത്തേഡുകളാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത്. ഒന്നാമത്തെ മെത്തേഡാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ആൻഡ് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയും. IVF-ET ആണ് ഷോർട്ട് നെയിം. അടുത്തത് ഗ്യാമേറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ, ഗിഫ്റ്റ് എന്നാണ് വിളിക്കുക. മൂന്നാമത്തെ മെത്തേഡിനെ ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്ന് വിളിക്കും. നാലാമത്തെ മെത്തേഡിനെ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്നാണ് വിളിക്കുക. ഇതാണ് ആർട്ടിൽ വരുന്ന 4 മെത്തേഡുകൾ. ഓക്കെ, അതിൽ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ആൻഡ് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുന്ന മെത്തേഡാണ്. IVF-ET എന്ന് ഷോർട്ടായിട്ട് പറയും. ഈ മെത്തേഡിനെ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം എന്നും കൂടെ പറയാറുണ്ട്. എപ്പോഴാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ശരിക്കും ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുക. ഈ ഒരു മെത്തേഡ് യൂഷ്വലി നമ്മൾ ചെയ്യുക ഫീമെയിലിന് പ്രോബ്ലം ഉണ്ടാകുമ്പോഴാണ്. എന്താണ് ഫീമെയിലിന് പ്രോബ്ലം എന്ന് ശ്രദ്ധിക്കട്ടോ. ഇതാണ് ഒരു ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്ക്. ഓക്കെ, നമ്മൾ റീപ്രൊഡക്റ്റീവ് ട്രാക്ക് പരിശോധിച്ച സമയത്ത് നമ്മൾ കാണുകയാണ്, ശ്രദ്ധിക്കണേ, ഈ ഫീമെയിലിൻ്റെ ഫെലോപ്പിയൻ ട്യൂബിൽ എന്തോ ഒരു ബ്ലോക്ക് വന്നു എന്ന് വിചാരിക്കുക. 2 ഫെലോപ്പിയൻ ട്യൂബിലും ഒരു ബ്ലോക്കാണ്. അപ്പോൾ 2 ഫെലോപ്പിയൻ ട്യൂബിൽ ഒരു ബ്ലോക്ക് വന്നതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇവർക്ക് എന്തുണ്ടാവില്ല? കുട്ടികളുണ്ടാവില്ല. കാരണം ഈ മെയിൽ റിലീസ് ചെയ്യുന്ന സ്പേം ഇതുവരെ എത്തുള്ളൂ. ഈ ഫീമെയിൽ റിലീസ് ചെയ്യുന്ന എഗ്ഗും സ്പേമും തമ്മിൽ എന്ത് ചെയ്യില്ല? മീറ്റ് ചെയ്യില്ല അല്ലേ? അതുകൊണ്ട് എന്ത് നടക്കില്ല? ഫെർട്ടിലൈസേഷൻ നടക്കില്ല. ഡെഫിനറ്റ്ലി ഇവർക്ക് എന്തുണ്ടാവില്ല? കുട്ടികളുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ആൻഡ് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയും. ഇതെങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പെണ്ണിൻ്റെ ഈ ഒരു ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും എല്ലാ മാസവും ഇവിടുന്ന് ഓവറിയിൽ നിന്നും എഗ്ഗിനെ റിലീസ് ചെയ്യുന്നുണ്ട്. സോ ഓവറി ഈസ് പെർഫെക്റ്റ്. ഓക്കെ, അതേപോലെ യൂട്രസ് ഈസ് പെർഫെക്റ്റ് ഫോർ ഇംപ്ലാന്റേഷൻ. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഫെലോപ്പിയൻ ട്യൂബ് എന്തോ ഒരു കാരണം കൊണ്ട് ബ്ലോക്കാണ്. അപ്പോൾ ഈ ഒരു കേസിൽ ഈ പെൺകുട്ടിക്ക് എങ്ങനെ നമുക്ക് കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള മെത്തേഡാണ് ഏത്? ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ആൻഡ് എംബ്രിയോ ട്രാൻസ്ഫർ. എങ്ങനെയാണ് ഇത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? ഓവുലേഷൻ്റെ സമയത്ത് ഈ ഫീമെയിലിൽ നിന്ന് നമ്മൾ എഗ്ഗിനെ കളക്ട് ചെയ്യും, അല്ലെങ്കിൽ സെക്കൻഡ് റൂസെറ്റിനെ കളക്ട് ചെയ്യും. കളക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ അടുത്തുള്ള ഒരു മെഷീനിൽ നമ്മൾ ഈ എഗ്ഗിനെ ഇടും. ഓക്കെ അല്ലേ? ഇതൊരു മെഷീനാണ്, ടെസ്റ്റ് ട്യൂബ് ആണെന്നൊന്നും വിചാരിക്കരുത്. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള, അതായത് നമ്മുടെ ക്ലിനിക്കിലുള്ള ഒരു മെഷീനിലേക്ക് നമ്മൾ ഈ എഗ്ഗിനെ ആ മെഷീനിലേക്ക് ഇട്ടുകൊടുക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്പേമിനെ മെയിൽ പാർട്ട്ണർ എടുത്ത് നമ്മൾ സ്പേമിനെ കളക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഈ മെഷീൻസിലേക്ക് ഇട്ട് കൊടുക്കും. ഈ മെഷീൻ്റെ ഉള്ളിൽ വെച്ചുകാണ്ട് ഈ സ്പേമും എഗ്ഗും തമ്മിൽ ഫ്യൂസ് ചെയ്തുകാണ്ട് എന്തുണ്ടാകും? സൈഗോട്ട് എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. അതായത് ഇവിടെ നമ്മൾ ഫെർട്ടിലൈസേഷൻ നടത്തിയത് ഫീമെയിൽ ബോഡിൻ്റെ പുറത്ത് വെച്ചിട്ടാണ് അല്ലേ? അതുകൊണ്ട് ഈ ഫെർട്ടിലൈസേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്നാണ് വിളിക്കുക. അതായത് ഇവിടെ ഫീമെയിൽ ബോഡിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് എന്ത് നടക്കില്ല? ഫെർട്ടിലൈസേഷൻ നടക്കില്ല. ഫീമെയിൽ ബോഡിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഇൻ വൈവോ ഫെർട്ടിലൈസേഷൻ എന്നാണ് വിളിക്കുക. ഇവിടെ നമ്മൾ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഫീമെയിൽ ബോഡിൻ്റെ പുറത്ത് ഈ മെഷീൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ഫെർട്ടിലൈസേഷൻ നടത്തുക. അതുകൊണ്ട് ഈ ഫെർട്ടിലൈസേഷനെ നമ്മൾ എന്ത് പേര് വിളിക്കും? ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്നാണ് വിളിക്കുക. അങ്ങനെ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ വഴി നമ്മൾ എന്തുണ്ടാക്കി? ഒരു സൈഗോട്ട് ഉണ്ടാക്കി. ഓക്കെ അല്ലേ? അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? ഓക്കെ, ഈ സൈഗോട്ടിനെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി വിടും. അപ്പോൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 ബ്ലാസ്റ്റോമിയസ് ഉണ്ടാകും. അത് വീണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 ബ്ലാസ്റ്റോമിയസ് ആയിട്ട് മാറും അല്ലേ? അത് വീണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 8 ബ്ലാസ്റ്റോമിയസ് ആകും. 3, 4, 5, 6, 7, 8 ബ്ലാസ്റ്റോമിയസ് ആകും. ഈ 8 ബ്ലാസ്റ്റോമിയസ് ആയിട്ടുള്ള ഈ ഏർലി എംബ്രിയോ ഉണ്ടല്ലോ, 8 ബ്ലാസ്റ്റോമിയസ് ആയി കഴിഞ്ഞാൽ, ഓക്കെ, 8 ബ്ലാസ്റ്റോമിയസ് ആയി കഴിഞ്ഞാൽ ഈ ഏർലി എംബ്രിയോ എടുത്തുകൊണ്ട് നമ്മളിതാ ഈ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഇതാ ശ്രദ്ധിച്ചോ, ഈ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് 8 ബ്ലാസ്റ്റോമിയസ് ആയി കഴിഞ്ഞാൽ, ഓക്കെ, 8 ബ്ലാസ്റ്റോമിയേഴ്സ് ആയി കഴിഞ്ഞാൽ ഈ എംബ്രിയോനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അതിന് നമ്മൾ എംബ്രിയോ ട്രാൻസ്ഫർ എന്നാണ് പറയുക. 8 ബ്ലാസ്റ്റോമിയേഴ്സ് ആയി കഴിഞ്ഞാൽ ആ ഏർലി എംബ്രിയോനെ നമ്മൾ എങ്ങോട്ടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക? ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് കൊണ്ട് ഈ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയും. ഓക്കെ, സൈഗോട്ട്, സിഫ്റ്റ് എന്നാണ് ഷോർട്ടായിട്ട് പറയാം. സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ, സൈഗോട്ട് ഇൻട്രാ
ഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്നാണ് പറയുക. അതായത് ഏർലി എംബ്രിയോ 8 ബ്ലാസ്റ്റോമിയേഴ്സ് ആയി കഴിഞ്ഞാൽ ആ എംബ്രിയോ നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. ആ മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? സിഫ്റ്റ് എന്ന് വിളിക്കുക. ഇനി ശ്രദ്ധിക്കുക, ഈ 8 ബ്ലാസ്റ്റോമിയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വീണ്ടും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം 16 ബ്ലാസ്റ്റോമിയേഴ്സ് ആകും അല്ലേ? 16 ബ്ലാസ്റ്റോമിയേഴ്സ് ആകും. ഇനി ഈ എംബ്രിയോ 16 ബ്ലാസ്റ്റോമിയേഴ്സ് ആയതിനു ശേഷമാണ് നമ്മൾ നേരെ ട്രാൻസ്ഫർ ചെയ്യുന്നത് യൂട്രസിലേക്കാണെന്ന് വിചാരിച്ചോ. അപ്പോൾ 16 ബ്ലാസ്റ്റോമിയേഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും ഏർലി എംബ്രിയോനെ. ആ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് IUT എന്ന് പറയും. IUT എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ ആണ്. ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ ആണ്. അതായത് എംബ്രിയോനെ നമുക്ക് 2 രീതിയിൽ ട്രാൻസ്ഫർ ചെയ്യാം. 8 ബ്ലാസ്റ്റോമിയേഴ്സ് ആയ എംബ്രിയോനെ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയും. ഇനി 16 ബ്ലാസ്റ്റോമിയേഴ്സ് ആയിട്ടുള്ള ഏർലി എംബ്രിയോനെ നമ്മൾ യൂട്രസിൻ്റെ ഉള്ളിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ എന്താ പേര് വിളിക്കുക? ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ എന്നാണ് വിളിക്കുക. ഓക്കെ അല്ലേ? അതിനുശേഷം ഈ സൈഗോട്ട് ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ഈ ബ്ലാസ്റ്റോമിയേഴ്സ് പിന്നെ 16 32 അത് വീണ്ടും ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് വളർന്നുകൊണ്ട് അവർക്കൊരു കുട്ടികളുണ്ടാവും. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ആൻഡ് എംബ്രിയോ ട്രാൻസ്ഫർ എന്ന് പറയുക. അപ്പോൾ എന്താണ് ഇൻ വിട്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഫീമെയിൽ ബോഡിൻ്റെ പുറത്ത് വെച്ചിട്ട് ഫെർട്ടിലൈസേഷൻ നടത്തുകയാണ് ഇൻ വിട്രോ. എംബ്രിയോ ട്രാൻസ്ഫർ 2 രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞു. ഏതൊക്കെ 2 രീതി? സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ. അതായത് 8 ബ്ലാസ്റ്റോമിയേഴ്സ് ആയിട്ടുള്ള സൈഗോട്ടിനെ നമ്മൾ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ സൈഗോട്ട് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് വിളിക്കുക. ഇനി 16 ബ്ലാസ്റ്റോമിയേഴ്സ് ആയി കഴിഞ്ഞാൽ ആ ഏർലി എംബ്രിയോനെ നമ്മൾ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഈ മെത്തേഡിനെയാണ് നമ്മൾ ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ? സോ ഇയർ 16 ബ്ലാസ്റ്റോമിയേഴ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു മെത്തേഡ്, രണ്ടാമത്തെ ആർട്ടിൽ വരുന്ന രണ്ടാമത്തെ മെത്തേഡാണ് ഗാമേറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയുന്ന മെത്തേഡ്. ഓക്കെ, അതിൽ തന്നെ മീനിങ് ഉണ്ട്. ഗാമേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പേമും എഗ്ഗും. ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ, ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. എപ്പോഴാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുക എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടോ. യൂഷ്വലി ഇത് ഫീമെയിലിൻ്റെ പ്രശ്നം വരുമ്പോഴാണ് ചെയ്യുക. എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഫീമെയിൽ ഉണ്ടല്ലോ, ഓക്കെ, എഗ്ഗിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, എഗ് നോട്ട് പ്രൊഡ്യൂസിങ്. ഈ ഫീമെയിൽ എഗ്ഗിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. ഓക്കെ അല്ലേ? പക്ഷേ ഫെലോപ്പിയൻ ട്യൂബ് ഈസ് പെർഫെക്റ്റ് ഫോർ ഫെർട്ടിലൈസേഷൻ ആൻഡ് യൂട്രസ് ഈസ് പെർഫെക്റ്റ് ഫോർ ഇംപ്ലാന്റേഷൻ. യൂട്രസിലോ ഫെലോപ്പിയൻ ട്യൂബിലോ യാതൊരുവിധ പ്രശ്നവുമില്ല. ഒറ്റ പ്രശ്നം, ഫീമെയിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല? ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിൽ ഓവറിൻ്റെ ഉള്ളിൽ ഫീമെയിൽ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല? എഗ്ഗിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഈ പാരൻസിന് കുട്ടികൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മെത്തേഡാണ് ഗാമേറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയും. ഈ ഒരു കേസ് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഡോണർ എടുത്തുനിന്ന്, ഓക്കെ ശ്രദ്ധിക്കണേ, ഒരു ഡോണർ എടുത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ഒരു ഡോണറെ സമീപിച്ചുകൊണ്ട് ആ ഡോണർ എടുത്തുനിന്ന് നമ്മൾ എഗ്ഗ് അല്ലെങ്കിൽ സെക്കൻഡറി oocyte വാങ്ങും. ഓക്കെ, വാങ്ങിയതിന് ശേഷം ഈ ഫീമെയിലിൻ്റെ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് നമ്മൾ ആ എഗ്ഗിനെ അങ്ങോട്ടേക്ക്, ആ എഗ്ഗ് എന്ന് പറയുന്ന ഗാമേറ്റിനെ ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് ആ മെയിൽ പാർട്ണർ എടുത്തുനിന്ന് സ്പേമിനെ കളക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് സ്പേമിനെയും അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. അതായത് ഗാമേറ്റുകളെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഓക്കെ അല്ലേ? ഇവരുടെ ഫെലോപ്പിയൻ ട്യൂബ് ഈസ് പെർഫെക്റ്റ് ആണ്, അതേപോലെ തന്നെ യൂട്രസും പെർഫെക്റ്റ് ആണ്. ഒറ്റ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, ഇവർ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ള പ്രശ്നം. അങ്ങനത്തെ കേസ് നമ്മളൊരു ഡോണറെ സമീപിച്ചുകൊണ്ട് എഗ്ഗിനെ വാങ്ങും. എന്നിട്ട് ആ മെയിൽ പാർട്ണർ അടുത്തുനിന്ന് സ്പേമിനെ വാങ്ങും. എന്നിട്ട് ഫെലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. ഇത് അവിടെ വെച്ചുകൊണ്ട് ഫ്യൂസ് ചെയ്തുകൊണ്ട് സൈഗോട്ട് ഉണ്ടാകും. ആ സൈഗോട്ട് പിന്നെ വളർന്നുകൊണ്ട് അവർക്കൊരു കുട്ടി ഉണ്ടാവും. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഗാമേറ്റ് ഇൻട്രാ ഫെലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയാം. അടുത്തൊരു മെത്തേഡാണ് ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്ന് പറയും. ഓക്കെ, ICSI എന്ന് ഷോർട്ടായിട്ട് പറയും. ഈ മെത്തേഡ് എപ്പോഴാണ് നമ്മൾ ചെയ്യുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക. ഇപ്പോൾ മെയിലിൻ്റെ സ്പേം മോട്ടിലിറ്റി തീരെ ഇല്ല എന്ന് വിചാരിക്കാം. സ്പേം മോട്ടിലിറ്റി തീരെ ഇല്ല, സ്പേം മോട്ടിലിറ്റി നില്ലാണ്, അല്ലെങ്കിൽ സ്പേമിന് നോർമൽ സൈസ് ഇല്ല സ്പേമിന്. ഓക്കെ, സ്പേം തീരെ ചലിക്കുന്നില്ല, അതേപോലെ തന്നെ നോർമൽ ഷേപ്പോ സൈസോ സ്പേമിനില്ല. ഇങ്ങനത്തെ കേസ് നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? ആ മെയിൽ പാർട്ണർ എടുത്തുനിന്ന് നമ്മൾ ഒരു സിംഗിൾ സ്പേമിനെ കളക്ട് ചെയ്യും. ഓക്കെ അല്ലേ? ആ ഫീമെയിൽ പാർട്ണർ എടുത്തുനിന്ന് ഒരു എഗ്ഗിനെ കളക്ട് ചെയ്യും. എഗ്ഗിനെ കളക്ട് ചെയ്തതിന് ശേഷം, സ്പേമിനെയും കളക്ട് ചെയ്തതിന് ശേഷം ഒരു നീഡിലിൻ്റെ സഹായത്തോടെ സ്പേമിനെ നേരെ എഗ്ഗിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യുക? ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുക.
ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ഇൻട്രാ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ, സൈറ്റോപ്ലാസം ഏതിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക്? എഗ്ഗിൻ്റെ സൈറ്റോപ്ലാസത്തിലേക്ക് ഒരു സിംഗിൾ സ്പേമിനെ നമ്മൾ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇഞ്ചക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ശരീരത്തിന് പുറത്ത് വെച്ചുകൊണ്ട് ഇവർ ഫ്യൂസ് ചെയ്തുകൊണ്ട് എന്തുണ്ടാകും? സൈഗോട്ട് ഉണ്ടാവും. ആ സൈഗോട്ട് 8 ബ്ലാസ്റ്റോമിയേഴ്സോ 16 ബ്ലാസ്റ്റോമിയേഴ്സോ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഉള്ളിലേക്കോ യൂട്രസിൻ്റെ ഉള്ളിലേക്കോ കൊടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമ്മൾ സ്പേമിനെയും എഗ്ഗിനെയും ലബോറട്ടറി കണ്ടീഷനിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്? സ്പേമിനെ കളക്ട് ചെയ്തുകൊണ്ട് എഗ്ഗിനെ സൈറ്റോപ്ലാസത്തിലേക്ക് അങ്ങോട്ടേക്ക് ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുന്ന മെത്തേഡാണ് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ എന്ന് പറയും. യൂഷ്വലി ഇതിൻ്റെ എക്സ്പാൻഡ് ഫോമാണ് നിങ്ങളോട് ചോദിക്കാറ്. നെക്സ്റ്റ് മെത്തേഡാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയും. ഓക്കെ, AI എന്നാണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് പറയുക. എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ചില മെയിലിന് അണേബിൾ ടു ഇൻസെമിനേറ്റ് ഇൻ ഫീമെയിൽ വെജൈനൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റൂല? ഇൻസെമിനേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റൂല. അല്ലെങ്കിൽ അവർക്ക് ലോ സ്പേം കൗണ്ട് ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ചെയ്യുക. അതായത് ഒന്നുകൂടെ പറയാം, ചില മെയിലിന് ഫീമെയിൽ വെജൈനയിലേക്ക് ഇൻസെമിനേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്തായിരിക്കും? ലോ സ്പേം കൗണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ? 2 or 3 ടൈം ഇജാക്കുലേറ്റ് ചെയ്ത സ്പേമിനെ കളക്ട് ചെയ്യും. എന്നിട്ട് ഒരു മെഷീൻ്റെ സഹായത്തോടെ ഈ വെജൈനയിലേക്ക് അങ്ങോട്ടേക്ക് ഇൻസെമിനേറ്റ് ചെയ്യും. ഓക്കെ, ആർട്ടിഫിഷ്യലി വെജൈനേൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇൻസെമിനേറ്റ് ചെയ്യും. ഈ മെത്തേഡിനെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുക? AI എന്നാണ് വിളിക്കുക. ചില കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ സഹായത്തോടെ നേരെ യൂട്രസിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഇൻസെമിനേറ്റ് ചെയ്യും. യൂട്രസിൻ്റെ ഉള്ളിലേക്കാണ് ഇൻസെമിനേറ്റ് ചെയ്തതെങ്കിൽ ഈ മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് IUI എന്ന് പറയും, അല്ലെങ്കിൽ ഇൻട്രാ യൂട്രൈൻ ഇൻസെമിനേഷൻ എന്ന് പറയും. ഇൻസെമിനേഷൻ എന്ന് പറയുന്ന മെത്തേഡാണിത്. ഓക്കെ അല്ലേ? അപ്പോൾ ആർട്ടിഫിഷ്യലി നമ്മൾ വെജൈനയിലേക്ക് സ്പേമിനെ അല്ലെങ്കിൽ സെമനെ ഇൻസെമിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി നമ്മൾ യൂട്രസിൻ്റെ ഉള്ളിലേക്ക് ഇൻസെമിനേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ IUI എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് 4 ടെക്നിക്കുകൾ, നമുക്ക് ആർട്ടിൽ വരുന്ന 4 ടെക്നിക്കുകൾ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി എന്തൊക്കെയാണ് ആർട്ടിൻ്റെ പ്രോബ്ലംസ് എന്നുള്ളത്? ഒന്നാമത്തെ പ്രോബ്ലമാണ് ഇറ്റ് റിക്വയർ സ്പെഷ്യലൈസ്ഡ് പ്രൊഫഷണൽ ആൻഡ് എക്സ്പെൻസീവ് ഇൻസ്ട്രുമെൻറ്റേഷൻ. സോ ഫ്യൂ സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ, അതായത് ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര പ്രിസിഷനോടെ അല്ലെങ്കിൽ ഭയങ്കര കൃത്യതയോടെ ചെയ്യുന്ന മെത്തേഡുകളാണ് ആർട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ വെൽ പ്രൊഫഷണൽ ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് നമുക്ക് വേണം. ഓക്കെ, അതേപോലെ തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻസുകളും കെമിക്കൽസും ഒക്കെ എന്താണ്? എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ? ആർട്ട് വഴി കുട്ടികൾ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ വളരെ കുറച്ച് സെൻറ്റേഴ്സുകളാണുള്ളത്. ഇത് ആർട്ടിൻ്റെ ഒരു പ്രോബ്ലമാണ്. ദെൻ ആർട്ട് വഴി നമുക്ക് ഇമോഷണൽ പ്രോബ്ലംസ് ഉണ്ടാകാം, റിലീജിയസ് ആൻഡ് സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാകാം. അതായത് പൈസ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ പൈസ ഇല്ലാത്ത ആൾക്കാർക്ക് ഇതുവഴി ഈ മെത്തേഡൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അത് അവർക്ക് ഇമോഷണലി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ പോരാത്തതിന് ഈ ആർട്ട് വഴി നമ്മൾ കുറേ എംബ്രിയോസുകളൊക്കെ ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് അതിൽ ഹെൽത്തി ആയിട്ടുള്ള എംബ്രിയോ ആണ് നമ്മൾ യൂട്രസിലേക്ക് കൊടുക്കുക. ബാക്കി എംബ്രിയോനൊക്കെ കില്ല് ചെയ്യുന്നത് കൊണ്ട് ഇത് ഒരു റിലീജിയസ് ഇഷ്യൂ ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഇതുവഴി പലതരത്തിലുള്ള സോഷ്യൽ പ്രോബ്ലംസുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇതൊക്കെയാണ് ആർട്ടിൻ്റെ പ്രോബ്ലംസ്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.